ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി എളിയദാസനെ ക്ഷണിച്ച UPFKയുടെ ഭാരവാഹികളോട് ഹൃദയംഗമായിട്ട് നന്ദി പറയുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിന് എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും അർപ്പിക്കുന്നു. വീണ്ടും സന്തോഷത്തോടെ പറയട്ടെ, ഇത്ര ചിട്ടയായിട്ടും ക്രമീകൃതമായിട്ടും ദീർഘമാസങ്ങളുടെ അധ്വാനം കൊണ്ട് ഈ കൺവെൻഷൻ ഇത്രയും അനുഗ്രഹമാക്കാൻ വേണ്ടി കർത്തൃസന്ധി പ്രാർത്ഥനയോടെ എല്ലാ ഒരുക്കങ്ങളും ചെയ്ത ഇതിൻ്റെ എല്ലാ ഭാരവാഹികളെയും ആളാമ്പ്രതി വന്ദനം ചെയ്യുകയും അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കൊയർ കമ്മിറ്റി അംഗങ്ങൾ അവർ സ്തുത്യർഹമായ ഏറ്റവും ശ്രേഷ്ഠവുമായ കഠിനാധ്വാനമാണ് ഇതിനു വേണ്ടി പ്രാർത്ഥനയോടെ ചെയ്തത്. ഒരു കൺവെൻഷൻ നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. വളരെ കഠിനമായ അധ്വാനവും പ്രയത്നവും അതിൻ്റെ പിന്നിൽ ആവശ്യമാണ്. ഞാനൊരു കൺവെൻഷൻ ടാസിങ്ങിനല്ല, എന്നാൽ അതിനപ്പുറത്ത് കൺവെൻഷൻ സംഘാടകനാണ്, ഒരു സഭയുടെ ഭാഷ എന്ന നിലയിൽ. അതുകൊണ്ട് അതിൻ്റെ പിന്നെ കഷ്ടപ്പാട് എനിക്കറിയാം. ഇത്ര നല്ലതായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്ത കൊയർ അംഗങ്ങൾ, കമ്മിറ്റി അംഗങ്ങൾ, അവർക്കൊരു ഹൃദയം നിറഞ്ഞ ഒരു കയ്യടി എല്ലാവരുടെയും ഭാഗത്തു നിന്ന് സന്തോഷത്തോടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുക. എത്രയോ പേരുടെ എത്രയോ മണിക്കൂറുകളുടെ അധ്വാനമാണ്. നമുക്കിത് 2-6 സമയം പോരാന്നുള്ള ചിന്ത എനിക്ക് തോന്നും, സമയം പോരാന്നുള്ള ചിന്ത എൻ്റെ പ്രിയ സഹോദരൻ ലോൺസ് ആൻറ്റിക്ക് തോന്നും. പുള്ളിയാണ് 20 മിനിറ്റ് കൊടുത്തപ്പോൾ ഇന്നലെ 17 കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഇത് വെൻസം ഭാഷ പറഞ്ഞു 3 കൂടെ എടുത്തോളാൻ, 20 കിട്ടിയിട്ടേ ഇറങ്ങാവെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ സമയം നോക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്ര മണിക്കൂറുകൾ ഇവരിതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. ചെറിയ നീണ്ട കരഘോഷം അത് നമ്മൾ നല്ല എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കും. അതിലെല്ലാം ഒരു കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറയുന്നു. എന്നെ കരുതിയവരുണ്ട്. ഞാൻ താമസിച്ച എൻ്റെ പ്രിയ സഹോദരൻ അലക്സിനോടും പെങ്കിമ്മളോടൊപ്പമാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രമീകരണങ്ങളെല്ലാം ചെയ്ത ഭാരവാഹികൾ, പിന്നെ എന്നെ കണ്ടപ്പം ചിരിച്ച് കാണിച്ചവരോട് പ്രത്യേകമായി നന്ദിയുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനൊരു കൺവെൻഷൻ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ്. അപ്പോൾ വാതിക്കൽ ഞങ്ങളുടെ ഒരു ദേവദാസൻ നിൽപ്പുണ്ട്. പുള്ളി ഞാൻ നോക്കി ചിരിച്ചു. പുള്ളി എന്നെ പിടിച്ചു നിർത്തി പറഞ്ഞു, പാസ്റ്റർ നന്ദിയുണ്ട്. ഞാൻ ചോദിച്ചു എന്തിന്? ഒന്ന് ചിരിച്ചേനെ. എത്ര എണ്ണം ഇതുവഴി പോയി, ഒന്നും ചിരിച്ചില്ല, വല്ല നഷ്ടം വരും. അപ്പോൾ നിങ്ങളെന്നെ നോക്കി ചിരിച്ചതിന് നന്ദി, സ്നേഹിച്ചതിന് നന്ദി. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും, ഇനി മുഖവരകൾ പറയാൻ നമുക്കില്ല. ഡോക്ടർ അനു, എൻ്റെ പ്രിയ സഹോദരങ്ങൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുറക്കാം പുസ്തകം. യോഹന്നാൻ എഴുതിയ സുവിശേഷമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാൻ നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് വേഗത്തിൽ തിരുവചന ധ്യാനമാണല്ലോ കൺവെൻഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷമാണ് നാം ചിന്തിച്ചത്. 1-ാം അധ്യായത്തിൽ നാം കണ്ടത് ഒരു പുതിയ ദൈവിക വെളിപ്പാടാണ്. വചനം ജഡമായി തീർന്നു. നാം കണ്ടു യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. ഒന്നുകൂടെ പറഞ്ഞ്, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു പുതുവീഞ്ഞാണ് അവിടെ കാണുക. പുതിയൊരു അനുഭവം, പുതുവീഞ്ഞ. അന്നൊരു ചിന്തകളുണ്ടായിരുന്നു, മശിഹ വരുമ്പോൾ there will be a surplus of wine. വൈൻ എന്ന് പറയുന്നത് ആനന്ദത്തെ കാണിക്കുന്നതാണ്, സന്തോഷത്തെ കാണിക്കുന്നതാണ്. അപ്പം ധാരാളം സന്തോഷം ഉണ്ടാകുന്നൊരു ദിവസമാണ് മശിഹ വരുമ്പോൾ. അതുകൊണ്ട് തന്നെ മശിഹ വരുമ്പോൾ വീഞ്ഞിൻ്റെ ഒരു സമൃദ്ധി, വീഞ്ഞാനന്ദത്തെ കാണിക്കുന്നു, സമൃദ്ധിയെ കാണിക്കുന്നു. പരിശുദ്ധ പല നിലകളിൽ അതിനെ സിംബോളൈസ് ചെയ്യുക. എന്നാൽ സമൃദ്ധിയുടെ ഒരു സമയമാണ് മശിഹ വരുമ്പോൾ എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൽ കർത്താവ് അടയാളങ്ങളുടെ ആരംഭമായി വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് തൻ്റെ അത്ഭുതത്തെ ചെയ്യുകയാണ്. ഹല്ലേലൂയ. അവിടം വരെയാണ് നാം ഇന്നലെ രാത്രി ചിന്തിച്ചത്. കണക്കുകൾ തെറ്റിപ്പോയൊരു കുടുംബം, ആ കുടുംബത്തിന് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയരായ നിരവധി പേരെ ഞാനിവിടെ കാണുന്നുണ്ട്. വെണ്ണിക്കുളത്ത് പ്രിയ ഷാജിപ്പാസോടൊപ്പം ശുശ്രൂഷിക്കുന്ന വത്സല്യ ദേവദാസൻ, അദ്ദേഹം വിസിറ്റിംഗ് തന്നെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അങ്ങനെ അടയാളങ്ങളുടെ ആരംഭമായിട്ട് ഗലീലയിലെ കാനാവിൽ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ ക്രിസ്തുവിനെയാണ് നാം ഇന്നലെ രാത്രി ചിന്തിച്ചത്. ആ അധ്യായം തുടർന്ന് പോകുമ്പോൾ 2-ാം അധ്യായം
വീണ്ടും പോവുകയാണ്. യേശു കർത്താവ് യഹൂദന്മാരുടെ 13 മുതലുള്ള വാക്യങ്ങൾ. പെസഹ സമീപമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? ദേവാലയത്തിൽ കാള്, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊന്മാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളുടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊന്മാണിഭക്കാരുടെ നാണയം തൂക്കിക്കളഞ്ഞ് മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പം അടുത്തൊരു വാക്യം കാണുന്നു, അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയും. അപ്പോൾ ഇവിടെ രണ്ടാമത് കർത്താവ് ആലയ ശുദ്ധീകരണമാണ്. ഒരു കുടുംബത്തിന് കുറവ് പരിഹരിച്ച ശേഷം ദൈവം നേരെ പോയത് ആലയത്തിൻ്റെ കുറവ് പരിഹരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ബിസിനസ് നടക്കുകയാണ്. അതിന് കാരണമുണ്ട്. ഈ യഹൂദ ദേവാലയത്തിൽ യാഗങ്ങളൊക്കെ അർപ്പിക്കാൻ വേണ്ടി പ്രാവും ആടും ഒക്കെ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ബിനാമികൾ അവിടെ കാണും. ഈ കർത്താവിൻ്റെ സമയമായപ്പോഴത്തേന് ഇതൊരു വലിയ വാണിഭശാലിയായിട്ട് മാറി, ബിസിനസ് കേന്ദ്രമായി. അപ്പോൾ ഇവർ ഈ ആടിനെ അർപ്പിക്കാൻ വേണ്ടിയൊക്കെ വരുമ്പോൾ ഈ പുരോഹിതന്മാരുടെ ബിനാമികൾ അവരെ പരിശോധിച്ചിട്ട് പറയും ഇത് കൊള്ളത്തില്ലെന്ന് പറയും. ഇനി ഇവരെങ്ങനെ തിരിച്ചു പോവുക? ദീർഘദൂര യാത്രകളൊക്കെ ചെയ്താണ് ഇതിന് വേണ്ടി വന്നത്. അപ്പം പിന്നെ അവർ പറയും, ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ കയ്യിൽ ആടുണ്ട്, പക്ഷെ ചോദിക്കുന്ന പൈസ എന്ത് ചെയ്യണം? തരണം. അങ്ങനെ കൊള്ളം ചെയ്ത് യാഗം നടത്താൻ തുടങ്ങി. പിന്നെ ഈ നമ്മുടെ മണി എക്സ്ചേഞ്ച്, അതിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് മനംനൊന്ത കർത്താവ് പറഞ്ഞു, എൻ്റെ ആലയത്തെ എന്താക്കരുത്? വാണിഭശാലയാക്കുക. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവിൻ്റെ ആലയം അത് പിന്നെ എന്താകണം? വായിക്കാം ലൂക്കോസ് 19. ലൂക്കോസ് 19 കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്ക് ചെറിയൊരു കാര്യമല്ല. എൻ്റെ ആലയം എന്താകുന്നു? പ്രാർത്ഥനാലയം ആകും. എൻ്റെ ആലയം എന്താകരുത്? വാണിഭശാല ആകരുത്. ഒരു ചർച്ച് നമ്മൾ ഇതൊരു ലിവിങ് ഓർഗാനിസമാണ്. ക്രിസ്തുവിൻ്റെ സഭ ഓർഗനൈസേഷൻ അല്ല, പിന്നെ ഒരു ഓർഗാനിസമാണ്. ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദൈവത്തിൻ്റെ ശരീരം. എല്ലാവരും പറഞ്ഞേ, ദൈവത്തിൻ്റെ ശരീരമാണ്. ഈ ശരീരം എന്താകാൻ പാടില്ല? വാണിഭശാല ആകാൻ പാടില്ല. ഇനി രണ്ടാമത്, ഈ ആലയത്തെ ശുദ്ധീകരിക്കുന്നത് ആരാ? പുറത്താക്കിയതൊക്കെ ആരാ? പുറത്താക്കിയത് ആരാ? കർത്താവ്. നമ്മളെ അല്ല. ആര് പുറത്താക്കും? കർത്താവ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ ഈ സഭ വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. എഫേസ്യ ലേഖനത്തിൽ കാണുന്നത് സഭ ക്രിസ്തുവിൻ്റെ എന്താണ്? ശരീരമാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരം. എല്ലാ മക്കളും പറഞ്ഞേ, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. എങ്ങനെ ഫങ്ഷൻ ചെയ്യും? ഒരു ശരീരം ഫങ്ഷൻ ചെയ്യുന്നത് പോലാണ് സഭ ഫങ്ഷൻ ചെയ്യേണ്ടത്. ശരീരം എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നത്? ശരീരത്തിൻ്റെ ശിരസ്സാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ആണോ? ശിരസ്സാണ് എല്ലാം എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നത്. അപ്പോൾ ശിരസ് നിയന്ത്രിക്കപ്പെടുന്ന സന്ദേശങ്ങൾ അത് ശരീരം സ്വീകരിക്കുകയാണ്. ഇടത്തെ കയ്യെ കൊതുകടിച്ച് എന്തോ ചെയ്യും? ഇടത്തെ കയ്യെ കൊതുകടിച്ചു എന്തോ ചെയ്യും? വലത്തെ കൈ കൊണ്ടടിക്കും. വലത്തെ കൈ കൊണ്ടടിച്ച് എന്തുകൊണ്ടാണ്? മെഡിസിന് പോകാതിരിക്കുന്ന മക്കളൊക്കെ പറഞ്ഞേ, ഇടത്തെ കയ്യെ കൊതുകടിച്ചപ്പം വലത്തെ കൈ കൊണ്ടടിച്ച് എന്തുകൊണ്ടാ? ഇടത്തെ കയ്യെ കൊതുകടിച്ചപ്പം വലത്തെ കൈ കൊണ്ടടിച്ച് എന്തുകൊണ്ടാ? ഇടത്തെ കയ്യെ കൊതുകടിച്ചെന്ന് ആർക്ക് സന്ദേശം കിട്ടി? തലയ്ക്ക്. ശരിയാണോ? ഇവിടെ കുറച്ച് സാധനമുണ്ട്, മിടില്ല. ഉമ്പളം കയറ്റ. എന്നിട്ട് അത് ആരോട് പറഞ്ഞു? വലത്തെ കൈയോട് പറഞ്ഞു, വലത്തെ കൈയെ നീ ആരെ അടിക്കേ? ഇടത്തെ കൈ. അപ്പം വലത്തെ കൈ പറയുകയാണ്, എൻ്റെ വീട്ടിൽ യോഗം വെച്ചപ്പോൾ അവൾ വന്നില്ല, അതുകൊണ്ട് ഞാൻ അവിടെ കാര്യത്തിൽ ഇടപെടത്തേ ഇല്ല എന്ന് പറയാൻ ഒക്കുമോ? ഇല്ല. അങ്ങനെ പറഞ്ഞാൽ ഈ ഇടത്തെ കൈ എന്തോ ചെയ്യും? പിന്നെ എന്തോ ചെയ്യാൻ? ഒന്നീ കൊതുകടി കൊള്ളണം, അല്ല ഭിത്തിക്കിട്ടിടിക്കും. കൊതുക് ചാകത്തുമില്ല, കൈ നോവുകയും ചെയ്യും. പക്ഷെ കൈക്ക് നൊന്താ എല്ലായിടവും നോത്തില്ലേ? നമ്മുടെ പല്ലുവേന വന്നാൽ തോന്നും ദേഹം മുഴുവൻ എന്താണ്? വേനയാന്ന് തോന്നും. കാലം നൊതച്ചാൽ തോന്നും ഉച്ച വരെ പെരുക്കത്തില്ലേ? അപ്പോൾ ഇടത്തെ കൈക്ക് ഇടി കിട്ടിയാൽ വലത്തെ കൈക്ക് എന്ത് ചെയ്യും? നോവും. ഇപ്പോൾ ഇടത്തെ കൈയെ കൊതുകടിച്ചപ്പം സന്ദേശം കിട്ടിയത് ആർക്കാ? തലയ്ക്കാണ്. തല വലത്തെ കൈ. ഇതുപോലെ വേണം സഭ ഫങ്ഷൻ ചെയ്യാൻ. നാം എല്ലാം എന്താണ്? അവയവങ്ങളാണ്. പറഞ്ഞേ, നാം എല്ലാം എന്താണ്? അപ്പം സഭ വാണിഭശാലയാകരുത്. ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ സഭാ ഭരണസമിതി വേണം. അത് ഇവിടത്തേക്കിനാണ്. കണക്ക് വേണം,
ട്രസ്റ്റി വേണം, സെക്രട്ടറി വേണം. അതൊരു ഓർഗനൈസേഷൻ സെറ്റപ്പിൽ ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ സഭയ്ക്ക് സെക്രട്ടറി ഒന്നും വേണ്ട. ഏത്? ക്രിസ്തുവിൻ്റെ ശരീരത്തിന് വേണോ? വേണ്ട. വേണോ? വേണോ? വേണ്ട. സഭയുടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിന് അതെല്ലാം ആരാണ്? നമ്മളൊരു ഓർഗനൈസേഷൻ സെറ്റപ്പിൽ ഇതൊക്കെ വേണം. അത് പക്ഷേ ഓർത്തോണം, അതൊരു സെറ്റപ്പാണ് ഈ ലോകത്തിന് വേണ്ടി. പക്ഷേ അതും സഭ എന്ന ശരീരവുമായിട്ട് കൂട്ടിക്കുഴച്ച് പ്രശ്നമാക്കരുത്. വളരെ ഗൗരവമായിട്ട് ഓർക്കണം. മറ്റൊരു ബിസിനസ്സും നടക്കാനുള്ള ഇടമല്ല ദൈവസഭ. മറ്റൊരു ബിസിനസ്സും നടക്കാൻ പാടില്ല. എവിടെ? എവിടെ? ദൈവസഭയിൽ. ആമേൻ പറയാവുന്നവരെല്ലാം ആമേൻ പറഞ്ഞേ. അങ്ങനെ നടന്ന ചാട്ടയുമായിട്ട് ഒരാൾ വരും. നമ്മൾ ദൈവം സ്നേഹമാണ്, പിതാവാണെന്നെല്ലാം ഞാൻ പറഞ്ഞു. പക്ഷെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ അവൻ തീഷ്ണതയുള്ള ദൈവമാണ്. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ എന്ത് ചെയ്യുക? തിന്ന് കളയുക. മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു ജ്യേഷ്ഠൻ അമേരിക്കയിലുണ്ട്. ഞാനത് പലപ്പോഴും പറയുന്നതാണ്. ആ സഹോദരന് ഭയങ്കര തമാശക്കാരനാണ്. അപ്പം ഞങ്ങൾ കുടുംബം ഒത്തിരി കഥ, നല്ല വചനപാണ്ഡിത്യമാണ് പുള്ളിക്ക്. നല്ല പോലെ പുള്ളി നറേറ്റ് ചെയ്ത് തരും വചനം. അതുകൊണ്ട് ഒരു ദൈവം ഒരു തനതായ കഴിവ് കൊടുത്തിട്ടുണ്ട്. ഒരു അധ്യാപകൻ്റെ ഒരു മെയ് വഴക്കത്തോടെ ഭാഷാശുദ്ധിയോടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അദ്ദേഹം ഒരു വട്ടം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കഥ പറഞ്ഞു. കഥ എനിക്കിഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ചേച്ചി വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ കൂട്ടുകാരനൊരു കൊളീഗ് ഉണ്ടായിരുന്നു. ആ കൊളീഗിന് അവനൊരു അവിടുത്തുകാരനാണ്. അവൻ ദേഹം മുഴുവൻ ടാറ്റു അടിച്ചു. ഇപ്പോഴത്തെ പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ് എന്തോ അടിക്കാൻ, ടാറ്റു അടിക്കാൻ. ടാറ്റു അടിച്ചു. 12 ടാറ്റുവാണ് അവൻ ദേഹം മുഴുവൻ. 12ഓളം ടാറ്റുവാണ്. ടാറ്റു അടിച്ചപ്പോൾ എന്തോ പറ്റിയെന്നറിയാമോ? ചിലർക്ക് ഇത് അലർജറ്റിക്കാവും, വളരെ റയറായിട്ട്. അപ്പോൾ ഈ മഷിയൊന്നും നല്ലതല്ലെങ്കിൽ ഇത് അലർജിയാകും. അപ്പോൾ അതുകൊണ്ട് ഇവനത് അലർജറ്റിക്കായി. ഇവനങ്ങ് ദേഹം മുഴുവൻ ഊടുപാടും ചൊറിയാൻ തുടങ്ങി. അപ്പോൾ ഇവന് ഡോക്ടറെ ചെന്ന് കണ്ടു. ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടപ്പം പുള്ളി പറഞ്ഞു ലേസർ തെറാപ്പി ചെയ്ത് ഇതെന്ത് ചെയ്യണം? എടുത്തു കളയണം. പക്ഷെ ലേസർ തെറാപ്പി ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇതിൻ്റെ ചിലവൊക്കെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം അതുമായിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ പോയി. ഇൻഷുറൻസ് കമ്പനിയിൽ ചെന്നപ്പം ഇൻഷുറൻസുകാർ പറഞ്ഞു ടാറ്റു ഈസ് നോട്ട് എ മെഡിക്കൽ റീസൺ. അതുകൊണ്ട് എന്തോ തരത്തില്ല, ഇൻഷുറൻസ് തരത്തില്ല. ഇൻഷുറൻസ് കിട്ടാത്തത് കൊണ്ട് ചൊറിച്ചിൽ മാറും ഇല്ല. അവസാനം ചൊറിച്ചിൽ മാറ്റണ്ടേ? അപ്പോൾ അവൻ കയ്യിലെ കാശ് മുടക്കി. അവൻ്റെ മൊത്തം ടാറ്റു എത്ര മക്കളെ? മൊത്തം ടാറ്റു എത്ര? കഥ മറക്കരുത്. മൊത്തം ടാറ്റു എത്ര? 12. എത്ര? 12. 12ൽ ഒത്തിരി ചൊറിച്ച 2 ടാറ്റു കയ്യിലെ കാശിട്ട് മാറ്റി. ഇന്ന് അവൻ അറിയപ്പെടുന്നത് ആ കമ്പനിയിൽ ഇച്ചിങ് -2 എന്നാണ്. ഈസ് നോൺ ആസ് ഇച്ചിങ് -2. ടോട്ടൽ ഇച്ചിങ് എത്ര ആയിരുന്നു? 12. എത്ര എണ്ണം മാറ്റി? 2 എണ്ണം മാറ്റി. പെട്ടെന്ന് ഈ കഥ പറഞ്ഞപ്പം എനിക്കൊരു ദൂത് കിട്ടി. ദൈവത്തിൻ്റെ സഭ മന്ദിരം, അതിനെ ടാറ്റു അടിക്കരുത്. അതിനെ ടാറ്റു അടിച്ചാൽ ഇൻഷുറൻസ് കിട്ടത്തില്ല. എന്നാൽ ഒരു 2-3 തലമുറയായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന എളിയദാസൻ പറയും, സഭയ്ക്ക് വേണ്ടി നിന്നാൽ നിനക്കും നിന്റെ തലമുറകൾക്കുമുള്ള ഒരു ഇൻഷുറൻസ് ഉണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 4 തലമുറയ്ക്ക് വരെ കെട്ടുന്ന ഇൻഷുറൻസ്, അത് തലമുറയായി അങ്ങൻ്റെ സങ്കേതമാണ്. എന്തുകൊണ്ടായിരിക്കണം? ഒരു പക്ഷേ കുവൈറ്റിൻ്റെ മണ്ണിൽ നമ്മളൊന്നും കാര്യമായി ഒന്നും ചെയ്യാതെ വന്നിരിക്കുമ്പോൾ ഓർത്തോണേ, എപ്പോഴൊക്കെയോ ഏതൊക്കെയോ ഉപദേശിമാർക്ക് വെച്ച് വിളമ്പിയും കൊടുത്തും ആലയത്തിന് കട്ട ചുമ്മിയും പ്രിയമുള്ളവരെ ഓലമേഞ്ഞും മാസയോഗത്തിന് കഞ്ഞി വിളമ്പിയും കുനിഞ്ഞ് നിവർന്നു കഷ്ടപ്പെട്ടതിൻ്റെ ഗുണമാണെന്ന് ഓർത്താൽ മതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആലയത്തിന് ദൈവസഭയ്ക്ക് എന്തടിക്കരുത്? ടാറ്റു അടിക്കരുത്. എല്ലാവരും പറഞ്ഞേ, ദൈവസഭയ്ക്ക് എന്തോ അടിക്കരുത്. ചിലരുണ്ട് ആലയത്തെക്കുറിച്ച് എരിവ് കയറിയിട്ട് അങ്ങ് സൈബർ ബോളിൽ കയറി അങ്ങ് എഴുതി പിടിപ്പിക്കും. അവരുടെ ചിന്ത വലിയ പുണ്യമാണെന്ന. പക്ഷേ ഇത് നാട്ടുകാരെല്ലാം വായിക്കും, വേണ്ടാത്തവരും വായിക്കും. അടിയിലോട്ട് നോക്കണം കമൻ്റ് ഇടുന്നത്. രാമൻകുട്ടിയും മമ്മാലി അണ്ണനും എല്ലാം കഥ അതിനകത്ത് കമൻ്റ് ഇടും. അടിയടാ പിടിയടാ ഇറക്കി വിടറാന്നൊക്കെ ഇടുകയാണ്. ദൈവസഭയ്ക്ക് ടാറ്റു അടിക്കരുതേ, ദൈവസഭയ്ക്ക് ടാറ്റു അടിക്കരുതേ, ദൈവസഭയ്ക്ക് ടാറ്റു അടിക്കരുതേ. ചിലരുണ്ട് സഭയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആരും കാണാതെ വീഡിയോ എടുക്കും, എന്നിട്ട് പോസ്റ്റ് ചെയ്യും. ഏതാണ്ട് പുണ്യം ചെയ്തതുപോലെ സഭയ്ക്ക് മുറിവുണ്ടാക്കുന്ന ഒരു കാര്യം പോസ്റ്റ് ചെയ്ത മക്കളെ പണി കിട്ടും. അത് വെറും പണിയൊന്നും അല്ല കിട്ടുന്നത്, 8ൻ്റെ പണി കിട്ടും. ജോയലേ, 8ൻ്റെ പണി എന്നാന്നറിയാം? ഇല്ല, ഇവിടെ ജനിച്ചു വളർന്നായതുകൊണ്ട് അറിയത്തില്ല അല്ലേ?
പാവമാ, വലിയ ശരീരം കൊച്ചു മനസ്സാ. 8ന്റെ പണി കിട്ടും. 8ന്റെ പണി എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാമോ? 2ന്റെ പണിയാണ് ഇങ്ങനെ ഇറങ്ങി വരാം, 3ന്റെ പണിയാണ് ഇങ്ങനെ ഇറങ്ങി വരാം, 4ന്റെ പണിയാണ് ഇങ്ങനെ ഇറങ്ങി വരത്തില്ലേ, 5ന്റെ പണിയാണ് ഇങ്ങനെ ഇറങ്ങി വരത്തില്ലേ, 8ന്റെ പണിയാണ് ഇതുവഴി ഇറങ്ങി വരും. ഇറങ്ങി വരാൻ വയ്യാത്ത പണിയുടെ പേരാണ് എന്ത്? 8ന്റെ പണി. ടാറ്റു പഠിക്കല്ലേ. എന്തിന്? ദൈവസഭയ്ക്ക് ടാറ്റു പഠിക്കല്ലേ. എന്നാൽ തോളോട് തോള് ചേർന്ന് അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് നിമിത്തം ദേവാലയ നിർമ്മിതി പങ്കുചേരുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആലയത്തെക്കുറിച്ചുള്ള എരിവാണ്. അപ്പോൾ അവിടെ കാണുകയാണ്, കർത്താവാണ് ഇതിനെ ശുദ്ധീകരിക്കുന്നത്. നമ്മളാണോ? അല്ല. എന്തുകൊണ്ടാണ് നമ്മൾ ശുദ്ധീകരിക്കരുതെന്ന് പറയുന്നത്? കള പറിക്കുന്നത് യജമാനാണ്. അവൻ അവിടുന്ന് കള പറിച്ചോളും. എനിക്കൊരിക്കലും പറയാനൊക്കത്തില്ല നീ കളയാണെന്ന് എനിക്ക് പറയാനൊക്കുമോ? ഇല്ല. കൊയ്ത്തുകാരൻ വന്നിട്ട് തീരുമാനിച്ചോളും നല്ലതേതാണ്, കള ഏതാണ്. നമുക്കൊറ്റ കാര്യമേ ചെയ്യാനുള്ളൂ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ആലയം 2-ാം അധ്യായത്തിൽ കാണുകയാണ്, ആലയത്തെക്കുറിച്ചുള്ള എരിവാണ്. അപ്പം എൻ്റെ ആലയം വാണിഭശാല ആകരുത്. പക്ഷേ എൻ്റെ ആലയം എന്താകണം? പ്രാർത്ഥനാലയമാകണം. പറഞ്ഞേ, എൻ്റെ ആലയം എന്താകണം? പ്രാർത്ഥന. അപ്പോൾ ആലയത്തിൽ നടക്കേണ്ട ഏറ്റവും വലിയ ബിസിനസ് എന്തായിരിക്കണം? പ്രാർത്ഥനയായിരിക്കണം. പറഞ്ഞേ, എന്താകണം? പ്രാർത്ഥനയാകണം. അവിടെയും എനിക്കറിയാം, ഈ മണ്ണിൽ നിങ്ങൾ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഇച്ചിരി സിറ്റുവേഷനാണ് നമ്മുടെ നാട്ടിലൊക്കെ. കുറച്ചുകൂടെയൊക്കെ നമുക്ക് നല്ല ആലയം കിട്ടി. നമ്മളെക്കുറിച്ചുള്ള ആകെപ്പാട് നാട്ടുകാർക്കുള്ള ബുദ്ധിമുട്ട് എന്താ? നമ്മൾ നാട്ടുകാർക്ക് ചെയ്ത ആകെപ്പാടുള്ള ബുദ്ധിമുട്ട് എന്താ? ഒറ്റ കാര്യമുള്ളൂ, ഇച്ചിരി ശബ്ദം കൂടി പോകുന്നല്ലേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും നമ്മൾ മുഖാന്തരം ഉണ്ടോ? ഇല്ല, ശബ്ദം. പക്ഷേ ശബ്ദത്തിൻ്റെ ബുദ്ധിമുട്ടും ഞങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാദേശിക സഭകളിൽ എല്ലാ വീട്ടിലെ മക്കളും പറയട്ടെ, AC ഇല്ലാത്തടത്ത് AC മേടിച്ചു കൊടുക്കാൻ നിങ്ങൾ സ്പോൺസർ ചെയ്യണം. എന്നിട്ട് സൗണ്ട് പ്രൂഫ് ചെയ്യണം. എന്തിനാണെന്നറിയാമോ? ചുമ്മാ മതി മറന്നങ്ങ് ആമറി കൂവി പ്രാർത്ഥിക്കാൻ, ആരെയും ശല്യം ചെയ്യാതെ 24 മണിക്കൂർ എന്ത് ചെയ്യാൻ? പ്രാർത്ഥിക്കാൻ അല്ലേ? പ്രാർത്ഥിക്കണ്ടേ? അതിന് സൗണ്ട് പ്രൂഫ് ചെയ്യണമെങ്കിൽ സൗണ്ട് പ്രൂഫ് ചെയ്യണം. കാരണം നമ്മളെ കൊണ്ട് ശബ്ദത്തിൻ്റെ ശല്യം അങ്ങ് മാറട്ടെ. പക്ഷേ ഇന്ന് പറ്റുന്ന ഒരു വലിയ പ്രശ്നം, ഒരാലയം ഇപ്പോഴത്തെ രീതിയിൽ ഈ മൈക്സ സിസ്റ്റമൊക്കെ നല്ലതൊക്കെ മേടിക്കണമെങ്കിൽ ഞാൻ പോയി കൊട്ടേഷനൊക്കെ എടുത്തപ്പോൾ ഏറ്റവും മിനിമം ഒരു 20 ലക്ഷം രൂപയാണ് മൈക്ക് സിസ്റ്റത്തിന് മാത്രം. ഇൻറ്റീരിയർ വേറെ. ഇൻറ്റീരിയറും മൈക്ക് സിസ്റ്റം ഫ്ലോറിങ് കൂടെ ചെയ്യുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു 50 ലക്ഷം 60 ലക്ഷം രൂപ ആവും ഒരുമാതിരി ചെയ്യണമെങ്കിൽ. ശരിയാണോ? കറക്റ്റ് അല്ലേ? ആണ്ട് പുള്ളി ഇതിൻ്റെ വലിയ ആളാണ്. പുള്ളിയുടെ വീടിൻ്റെ മേളിൽ ഏതാണ്ടൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരുമാതിരിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സെറ്റപ്പാണ്. അതിന് 15 ലക്ഷം രൂപയായി അല്ലേ? പുള്ളിയുടെ വീടിൻ്റെ മേളിൽ റൂഫിൻ്റെ മുകളിൽ ഏതാണ്ട് 2 ലൈറ്റും ഒരു TVയും എല്ലാം കൂടെ വെച്ചപ്പം തന്നെ 15 ലക്ഷം രൂപയായി ആവും. അതായത് പറഞ്ഞപ്പോൾ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നിയില്ല. കാരണം ഞാൻ ഈ കൊട്ടേഷൻ എടുത്ത് വെച്ചിട്ട് എത്ര നാളായി, നമ്മളെയും കൊണ്ട് നടക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എന്നാലും നല്ല ആലയങ്ങളും ഒരു ആഗ്രഹമാണ്, ആലയം വിദ്യയാണ്. അപ്പോൾ ഒരു നല്ല ആലയം സ്ഥലം ഉൾപ്പെടെ പണിത് വരണമെങ്കിൽ, ഇത്രയും സിസ്റ്റത്തിലൊക്കെ ചെയ്യണമെങ്കിൽ 2-3 കോടി രൂപയാവും. അല്ല, ചിലപ്പോൾ അതിൽ കൂടുതലാണെന്ന് വരും. അതെല്ലാം ചെയ്ത് അതിൻ്റെ കുഷ്യന്, കസേര, ഇതെല്ലാം കോസ്റ്റ്ലിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, ഇതെല്ലാം നല്ല കോസ്റ്റ്ലിയാണ്. ഇത്രയും കാശ് മുടക്കിയെന്നാണ് ചർച്ച. ഒരു ബിസിനസ്സിന് വേണ്ടി നിങ്ങളൊരു 5 കോടി രൂപ മുടക്കി, എത്ര മണിക്കൂർ, എത്ര ദിവസം അത് തുറക്കും? കട തുറക്കും. 5 കോടി രൂപ മുടക്കി ഒരു കട തുടങ്ങി ബിസിനസ്. എത്ര ദിവസം തുറക്കും? മിനിമം 6. ഒക്കുമെങ്കിൽ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് തുറക്കും. പോന്ന് കാണാം നേരത്തെ ആശീർവാദം പറയുന്നതിന് മുമ്പേ. എന്തിനാ ഉച്ച കഴിഞ്ഞ് പകുതി ഷട്ടർ പൊക്കി വെക്കാൻ. എന്നാലും പോവും, കിട്ടത്തില്ല. കാരണം കച്ചവടം വേറെങ്ങും പോകല്ലേ. എന്നാലും 6 ദിവസം തുറക്കത്തില്ലേ? തുറക്കുമല്ലോ. ഇനി മിനിമം എത്ര മണിക്കൂർ തുറക്കും ഒരു ബിസിനസ്? മിനിമം 9 മണിക്ക് തുറന്നാൽ വൈകുന്നേരം 7 മണി വരെ തുറക്കത്തില്ലേ? എത്ര മണിക്കൂറായി? 10 മണിക്കൂർ ഇൻറ്റു 6 എത്രയായി? 60 മണിക്കൂർ ബിസിനസ് ചെയ്യത്തില്ലേ? പക്ഷേ ആലയത്തിൽ എത്ര മണിക്കൂർ ബിസിനസ് ഉണ്ട് ചോദിച്ചു. ഞായറാഴ്ച എല്ലാം കൂടെ ഒരു 3 മണിക്കൂർ, പിന്നെ വെള്ളിയാഴ്ച ഒരു 2 മണിക്കൂർ, പിന്നെന്തുവാ മാസത്തിൽ ഒരു 3 ദിവസം, അത് കഷ്ടിച്ച് എല്ലാം കൂടെ
ഒരാഴ്ചയിൽ 5 മണിക്കൂർ 6 മണിക്കൂറാണ് ഈ ചർച്ച് ബിസിനസ് നടക്കുന്ന. 3 കോടി രൂപ മുടക്കിയിട്ട് ബിസിനസ് കിടക്കുന്നത്. ആണോ? ശരിയാണോ? എന്നിട്ട് ഒറ്റ മിനിറ്റ്, എന്നിട്ട് നാം അങ്ങ് പ്രാർത്ഥിക്കുക. എല്ലാ ബഹുമാനത്തോടെ പറയുന്നത്, ഐ റെസ്പെക്ട് എവരി വൺ, എവരി റിലീജിയൻ. ഒരമ്പലം എത്ര ദിവസം തുറക്കും? ഇത് ലൈവ് പോവാണ്. വിത്ത് ഓൾ റെസ്പെക്റ്റ്, എല്ലാ ദിവസവും എത്ര പ്രാവശ്യം തുറക്കും? രാവിലെയും വൈകിട്ടും. ഉഷപൂജയുണ്ട്, സന്ധ്യാപൂജയുണ്ട്. ഐ റെസ്പെക്ട് ദം. എനിക്ക് അവരോട് ഭയങ്കര ഇഷ്ടമാണ്. എന്നാ കാര്യം ചോദിച്ചാൽ, രാവിലെ പോയി അവിടെ നിന്നാൽ കാണാം പള്ളിയിലോട്ടാണോ അമ്പലത്തിലോട്ട് പോകുന്നത്. ഞങ്ങളുടെ നല്ല ഇച്ചയന്മാരുണ്ട്. ഇവർ പള്ളിയിലോട്ടാണോ അമ്പലത്തിലോട്ടാണോ പോകണമെന്ന് ഈസിയായിട്ട് അറിയാം. കുളിച്ചിട്ട് പോകുന്നത് അമ്പലത്തിലായിരിക്കും. കുളിക്കാതെ പോയാൽ ഞങ്ങളുടെ ഇവിടോട്ടാണ് വരുന്നത്. സത്യമല്ലേ? കുളിച്ചിട്ടാണ് അവരമ്പലത്തിൽ പോവുക. പള്ളിയിലോ അറിയത്തില്ലെന്ന് അറിയാം, എനിക്കറിയാം. കുളിക്കാതെ പോകത്തുള്ളൂ. ഇതൊരു യാത്ര. എന്നാലും വെളുപ്പാങ്കാലത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കുളിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമില്ല. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കുളിച്ച് ഈറിനണിഞ്ഞ് എന്ത് ഭക്തിയോടാണ് പോകുന്നത്. അത് നമുക്ക് നിസ്സാരമായിട്ടൊന്നും കാണുന്നത്. ഭക്തി എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഭക്തി അങ്ങ് പോയി. നമ്മൾ കാശുലാവുകയാണ്. കത്രമേശയൊക്കെ എടുത്തു കഴിയുമ്പോൾ അപ്പമൊക്കെ താഴെ എന്ത് കാശുലായിട്ടാണ് എടുക്കുന്നേ? എന്ത് ഭക്തിയോടാണ് അവരിവിടെ പോയി നിൽക്കുന്നത്? എൻ്റെ പൊന്ന് സാറേ, എനിക്ക് സങ്കടമുണ്ട്. കണ്ടാലും കുഴപ്പമൊന്നുമില്ല. കൊണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നാളെ അത്ര യോധനിരിക്കുകയാണ്. നീ ചൂയിങ്ങൊക്കെ ചോദിക്കും. ഇവൻ്റെ അച്ചി വീടാണ്. എൻ്റെ ഭാര്യ വീടൊന്നും അല്ലല്ലോ സഭ. കുഞ്ഞു കളിക്കുക. എന്ത് എരിവോടെ അവർ പോയി നിൽക്കുന്നേ, പ്രസാദം മേടിക്കുന്നേ. കാണണം. നമ്മൾ ദൈവം പിതാവായതുകൊണ്ട് വി കനോട്ട് ടേക്ക് അൺഡ്യൂ അഡ്വാൻസ്. ഭക്തി എന്ന് പറയുന്നത് ഒഴിവായി പോകരുത്. ഭക്തി പോകരുത്. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഗോഡ്ലിനെസ്. ഭക്തി പോകരുത്. ഹല്ലേലൂയ. കരമടിച്ചൊന്ന് സ്തുതിച്ചേ. ഭക്തി പോകരുത്. ഭക്തി പോകരുത്. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ എന്ത് ചെയ്യുക? തിന്നുകളെ. എന്ത് കാഷ്വലായിട്ടാണ് ഓരോരുത്തർ ചർച്ചയിരിക്കുക. ഇടയ്ക്ക് വരുന്നു. ഈ ആശീർവാദം പറയുന്നതിന് മുമ്പ് ഒരു പോക്കുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എന്നാന്നറിയാമോ? സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ജനഗണമനയതി നായക ജയ ഹേ ഭാരത ഭാഗ്യവിധു ജയ ഹേ ജയ ഹേ ജയ 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 ഹേ പറയുമ്പോഴത്തേന് എവിടെ ചാടും? ജനഗണമനയാണോ? അത് വളരെ എന്ത് റെസ്പെക്റ്റോടെ ചെയ്യേണ്ടതാ. അത്രയും റെസ്പെക്റ്റ് ഇല്ലേ ആശീർവാദത്തിന്? അത്രയും റെസ്പെക്റ്റ് ഇല്ലേ ആശീർവാദത്തിന്? അപ്പോൾ ഒരു കാര്യം മറക്കരുത്, ലൈവ് പോവുകയാണ്. വിത്ത് ഓൾ റെസ്പെക്റ്റ്. ഭക്തി എന്ന് പറയുന്നത് അറ്റുപോകരുത്. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി ഉണ്ട്. പത്രോസിന്റെ ലേഖനം വായിച്ചാൽ മതി. ഭക്തി മറക്കരുത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? എത്ര മണിക്കൂറുണ്ട്? കുറയ്ക്കുകയാണ്. പുതിയ കമ്മിറ്റി വന്നപ്പോൾ വീണ്ടും തീരുമാനിക്കുന്നു. രാവിലെ തുടങ്ങിയ ആരാധന വൈകുന്നേരമായിട്ടും തീരാത്ത ദിവസങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിലുണ്ട്. പക്ഷെ പുതിയ കമ്മിറ്റിയൊക്കെ വരുമ്പോൾ എന്താ ചെയ്യുന്നറിയാമോ? എന്തിൻ്റെ സമയം കുറയ്ക്കുക? ആരാധനയുടെ സമയം കുറയ്ക്കുക. ഞാൻ ഇവിടുത്തെ സ്ലോട്ടൊക്കെ വെച്ചുള്ള ആരാധന അല്ല പറയുക. ഇതെല്ലാവരും കേൾക്കല്ലേ. ഹാർവസ്റ്റ് TV റിപ്പോർട്ട് ചെയ്യല്ലേ, ലൈവ് ഇടുകയല്ലേ. പണ്ടൊരു ഗൾഫിൽ നിന്നൊരു അച്ചായൻ നാട്ടിൽ വരുമ്പോഴേ, ഗൾഫല്ലേ ഇത്, ഗൾഫിൽ നിന്ന് അച്ചായൻ നാട്ടിൽ വരുമ്പോൾ അടുത്തുള്ളൊരു പാവത്തിന് എല്ലാ പ്രാവശ്യം വരുമ്പോൾ 1000 രൂപ കൊടുക്കുമായിരുന്നു. ഒരു പ്രാവശ്യം കൊടുത്തില്ല. പോകാറായപ്പോൾ ഈ പുള്ളി വന്ന് പറഞ്ഞു, നമ്മളെ 1000 അണ്ണാ. ഈ പുള്ളി പറഞ്ഞു, സഹോദരൻ ഭയങ്കര ടൈറ്റായിപ്പോയി, കാരണം വീട് പണി തുടങ്ങി, അതുകൊണ്ടാണ് തരാനൊക്കാഞ്ഞ്. അണ്ണ ഈളെടുത്ത് ചോദിച്ചു, എൻ്റെ 1000 എടുത്ത് വേണം നിനക്ക് വീട് പണിയാൻ. എൻ്റെ 1000 എടുത്ത് വേണം നിനക്ക് എന്ത് പണിയാൻ എന്ന് പറഞ്ഞ പോലെ കർത്താവ് ചോദിക്കും, എൻ്റെ അരമണിക്കൂർ എടുത്ത് വേണോ കുഞ്ഞെ നിനക്ക് കറങ്ങാൻ പോകാൻ? അതുകൊണ്ട് ആരാധനയുടെ സമയം കുറയ്ക്കരുത്. ആരാധനയുടെ സമയം കുറയ്ക്കരുത്. ആരാധനയുടെ ഭക്തി കുറയ്ക്കരുത്. ആലയത്തിന് ടാറ്റു അടിക്കരുത്. ദൈവസഭയ്ക്ക് ദോഷം ചെയ്യരുത്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നമ്മളെ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാകുന്ന സഭയോട് ചേർത്ത് വെക്കുമ്പോൾ അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. എല്ലാ ദൈവസഭകൾക്കായി സ്തോത്രം. സഭ എന്ന് പറയുമ്പോൾ ആഗോള സഭയുണ്ട്, അദൃശ്യമായ ദൈവസഭ. അപ്പോൾ തന്നെ പ്രാദേശിക സഭകളുണ്ട്. പ്രാദേശിക സഭ വിഷ്വലായിട്ടുള്ള കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ചെറിയ ബോഡികളാണ്. അതിന് യാതൊരു വിധമായ മുറിവുകളും ഞാൻ മൂലമുണ്ടാകാൻ പാടില്ലെന്ന് എല്ലാവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. അങ്ങനെ തീരുമാനിക്കുന്നവർ ഇന്ന് രാത്രി സമാപന രാത്രി, തീരുമാനങ്ങളുടെ രാത്രി, നമുക്ക് ദൈവത്തോടും തീരുമാനിക്കാൻ, ഞാൻ മൂലം എൻ്റെ പ്രാദേശിക സഭയ്ക്ക് ഒരു മുറിവ് ഉണ്ടാകാൻ ഞാൻ അനുവദിക്കത്തില്ല. അങ്ങനെ മുറിവുകളൊക്കെ ഉണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. ഒരു വീടല്ലേ, സഹോദരന്മാരല്ലേ, ഇതൊക്കെ ഉണ്ടാകാം. പക്ഷേ ഞാൻ മൂലം എൻ്റെ സഭയ്ക്കൊരു ദോഷം വരാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് ഹൃദയത്തിൽ തീരുമാനിക്കുന്നവർ കരമുയർത്തി ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ എന്ത് ചെയ്യുകയില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എത്ര വലുതായാലും ഭക്തി പോകരുത്, എത്ര ഉയർത്തിയാലും ദൈവത്തോടുള്ള ആദരവ് പോകരുത്, അനാദരവുണ്ടാകരുത്. ആരാധനയിൽ നമ്മൾ പട്ടത്ത സഭകളെ പോലെ പല കാര്യങ്ങളിലും നമുക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉള്ളത് കൊണ്ട് ഭക്തി പോകാൻ പാടില്ല. ഭക്തി കൂടുകയേ ചെയ്യാവൂ, ഭക്തി കൂടുകയേ ചെയ്യാവൂ. ദൈവത്തെ ഒന്ന് സ്തുതിച്ച് എല്ലാവരും ഭക്തിയോടെ ഹല്ലേലൂയ കൈയടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാം അധ്യായത്തിൽ കാണുന്നത് 1 കുടുംബത്തിൻ്റെ കുറവ് തീർത്തു, 2 എവിടം വിശുദ്ധീകരിച്ചു, ആലയം വിശുദ്ധീകരിച്ചു. 3-ാം അധ്യായത്തിലേക്ക് വരാം, വേഗത്തിൽ വരാം. 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, പെട്ടെന്ന് പോകണമല്ലോ, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായി നിക്കോദെമോസ്, ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്, എന്ന പേരുള്ള ഒരു മനുഷ്യന് ഉണ്ടായിരുന്നു. അവിടുന്ന് കർത്താവിൻ്റെ അടുക്ക വന്നു. കർത്താവ് അവനോട് പറഞ്ഞു, യേശു കർത്താവിനോട് പറഞ്ഞു, 3-ാം വാക്യം വളരെ പ്രസിദ്ധമാണ്. ആ വാക്യം എന്താണ്? യോഹന്നാൻ 3:3, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കാണുവാൻ കഴിയുകയില്ല. ഒന്നുകൂടെ പറഞ്ഞേ, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ട്രൂലി ട്രൂലി ഐ സേ ടു യു, അൺലെസ് വൺ ഈസ് ബോൺ അഗെയിൻ ഹി കനോട്ട് സീ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കയറാൻ കഴിയുകയില്ല. വീണ്ടും അവൻ സംശയം ചോദിച്ചപ്പോൾ 5-ാം വാക്യം, അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. പറഞ്ഞേ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല. അപ്പോൾ ഇവിടെ 3-ാം അധ്യായത്തിൽ പുതുജന്മത്തെക്കുറിച്ച് പറയുകയാണ്, ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്. പുതിയ നിയമത്തിലെ പല വാക്കുകൾ നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, സമയത്തിൻ്റെ പരിമിതിയിൽ എല്ലാം പറയില്ല. ഒന്ന് മാനസാന്തരമാണ്. എന്താണ് മാനസാന്തരം? ഒറ്റ വാക്കിൽ പറയാം, എന്തിന് മുഖം കാട്ടിയോ അതിന് പുറം കാട്ടുകയും എന്തിന് പുറം കാട്ടിയോ അതിന് മുഖം കാട്ടുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് എന്ത്? മാനസാന്തരം. നാം എബൌട്ട് ടേൺ ആണ്. ഈ NCCക്കൊക്കെ തിരിയത്തില്ല, 180 തിരിയുന്ന പോലെ, പീച്ചേമുട്ട് തിരിയുന്ന പോലെ, എബൌട്ട് ടേൺ അടിക്കുന്ന പോലെ ലോകോന്മുഖമായി നോക്കിയിരുന്ന നമ്മൾ ദൈവോന്മുഖമായി തിരിയുന്നതിൻ്റെ പേരാണ് എന്ത്? മാനസാന്തരം. അതാണ് ധൂർത്തപുത്രനെ കാണുന്നത്. അവനൊരു ദിവസം പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് പറയും, അപ്പാ നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ എന്തല്ല, യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെങ്കിലും എന്നെ ആക്കണമേ. ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് പറഞ്ഞ് ദൈവോന്മുഖമായി തിരിയുന്നതിൻ്റെ പേരാണ് എന്ത്? മാനസാന്തരം. പറഞ്ഞ് അത് പാപബോധമാണ്, പാപബോധമാണ്. പാപബോധം ചെറിയൊരു കാര്യമല്ല, പാപബോധം. മാനസാന്തരം ഉണ്ടാകുമ്പോൾ ഒന്നാമതുണ്ടാകേണ്ട ഇമോഷൻ എന്തായിരിക്കണം? കരച്ചിലാണ്. ഇന്ന് പക്ഷേ കരച്ചിൽ കാണുന്നില്ല പലയിടത്തും. മാനസാന്തരപ്പെടുന്നവളും കൈയടിച്ച് തുള്ളിച്ചാടിയൊക്കെയാണ്, സന്തോഷമാണ്. പക്ഷെ കണ്ണീരെന്തിയേ? അപ്പോഴാണ് പ്രായമുള്ളൊരു ഉപദേശി എന്നോട് പറഞ്ഞു, കുഞ്ഞെ അങ്ങനെ ഉണ്ടാകാൻ കാര്യം ഇപ്പം നാച്ചുറൽ ബർത്ത് ഇല്ല, എല്ലാം സിസേറിയനാണ്. മാനസാന്തരം പോലും എന്തായിപ്പോയി? സിസേറിയനായിപ്പോയി. നാച്ചുറലൊക്കെ ആയാൽ അല്ലേ കരയേണ്ട ആവശ്യം വരത്തുള്ളൂ. പാപബോധം ഉണ്ടാകണം, കുറ്റബോധം അല്ല. പിന്നെ എന്താ?
പാപബോധം. കുറ്റബോധം ആത്മഹത്യ ചെയ്യിപ്പിക്കും. യൂദായിക്കുണ്ടായത് കുറ്റബോധം, എന്നാൽ പത്രോസിനുണ്ടായത് പാപബോധം. പത്രോസ് എന്തു ചെയ്തു? പരനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അതിരാവിലെ സമയേ, പരനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അതിരാവിലെ സമയേ, പെരുതാ ദുഃഖം നിറഞ്ഞു പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. പെരുതാ ദുഃഖം പുറത്തിറങ്ങി. ഒരിക്കലൂടെ ആ ലൈനൊന്ന് പാടിക്ക. പരനെ തള്ളി പത്രോസ് അതിരാവിലെ സമയേ, പരനെ പെരുതാ ദുഃഖം പൊട്ടിക്കരഞ്ഞു. പെരുതാ ദുഃഖം പാപബോധം ഉണ്ടാകണം. പാപബോധം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ. ഒരു കാര്യം പറയട്ടെ, ഇന്ന് പലർക്കും പാപബോധമില്ല. പാപങ്ങളുടെ ആവർത്തനം ഉണ്ടാക്കുന്നു. പാപങ്ങളുടെ ആവർത്തനം ഉണ്ടാകുമ്പോൾ ഒരു കാര്യം സംഭവിക്കും, ഹൃദയം കഠിനമാകും. പാപങ്ങളുടെ ആവർത്തനം മനസാക്ഷിയെ കഠിനപ്പെടുത്തും. മറക്കരുത്, കഠിനപ്പെടുത്തും. ഇടയ്ക്ക് ഒരു ചെറിയ ഇച്ചിരി വചനം വിട്ടുപോയി. എവിടാണെന്ന് അറിയാമോ? എക്സ്ട്രീം ഗ്രേസിലോട്ടൊക്കെ വന്നപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പാപം ചെയ്താലും കുഴപ്പമില്ല. എങ്ങോട്ടാ വീഴുക? വളരെ ലളിതമാണ് കേൾക്കുമ്പോൾ, നമുക്കും തോന്നി ശരിയാണ്. കൃപയിൽ നിന്ന് വീഴുക അല്ല, പിന്നെ എങ്ങോട്ട് വീഴത്തേ ഉള്ളൂ? കൃപയിലോട്ട് വീഴത്തേ ഉള്ളൂ. സുഖ. അപ്പോൾ ഞങ്ങളുടെ ഒരു ക്യാമ്പ് നടക്കുക. അപ്പോൾ എൻ്റെ അപ്പായി അവിടെ ഇരിക്കുക. ഇവർ കുറേ പിള്ളേർ സെറ്റ് ക്യാമ്പിൻ്റെ ചോദ്യോത്തര വേള ഇവരൊന്ന് കൊച്ചാക്കാൻ വേണ്ടി അതിൽ വലിയ അറിവുള്ള ഒരു സഹോദരൻ, ഒരു പയ്യൻ എഴുന്നേറ്റ് ഒരു ചോദ്യം ചോദിച്ചു, രക്ഷ നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു. പുള്ളി നല്ല പാണ്ഡിത്യമാണ്. 21 ദിവസം ഒരു വിഷയാസ്പദമായി ഒരു വിഷയത്തെക്കുറിച്ച് ഒറ്റയടിക്ക് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചു, രക്ഷ നഷ്ടപ്പെടുമോ, ആളാകാൻ ചോദിച്ചതാ. പക്ഷേ എൻ്റെ അപ്പ പുള്ളിയെ നോക്കിയിട്ട് പറഞ്ഞു, മോനെ ഇതൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ കുഞ്ഞിത് ചോദിക്കുമ്പോൾ ഞാൻ ഒരു വെളിപ്പാട് കാണുന്നുണ്ട്, നീ നഷ്ടപ്പെട്ടു പോകുന്നു, സൂക്ഷിച്ചോണെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞില്ല, 2 ആഴ്ച പോലും ആയില്ല, ശുശ്രൂഷിച്ചിരുന്ന സഭയുടെ താക്കോല് വലിച്ചെറിഞ്ഞിട്ട് പുള്ളി പോയി. അന്ന് തൊട്ട് കൂലിപ്പണി ചെയ്യുക, ഇന്ന് വരെ ശുശ്രൂഷിച്ചിട്ടില്ല. കൃപ, ഗ്രേസ് സൗജന്യ, പക്ഷേ ഗ്രേസ് ഈസ് ഫ്രീ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ചീപ്പ്. ഗ്രേസ് ഈസ് ഫ്രീ ബോണോഫർ എന്ന ദൈവശാസ്ത്രജ്ഞൻ്റെ ഏറ്റവും വലിയൊരു സ്റ്റേറ്റ്മെൻ്റാണ്. ഗ്രേസ് ഈസ് ഫ്രീ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ചീപ്പ്. കൃപ സൗജന്യമാ, അത് ചീപ്പല്ല, വിലയില്ലാത്തതല്ല. സൗജന്യമായി കിട്ടിയത് കൊണ്ട് വിലയില്ലെന്ന് കരുതരുത്. നമ്മുടെ കർത്താവ് തൻ്റെ ജീവൻ അതിന് വിലയായി നൽകി. അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വില നൽകി. ഹല്ലേലൂയ. പാപങ്ങളുടെ ആവർത്തനം മനസ്സിനെ കഠിനമാക്കും. അതുകൊണ്ടാണ് വചനം പറയുക, ഇപ്പോളാകുന്ന രക്ഷാദിവസം, ഇപ്പോളാകുന്ന സുപ്രസാദകാലം, ഇന്നൊന്നൊരു ദിവസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കാതെ. ദൈവമേ ഞാൻ തെറ്റിപ്പോയെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ അനുതപിക്കുന്ന ദിവസങ്ങളായി മാറണം. ഓരോ ദിവസവും നമുക്ക് അനുതാപം ആവശ്യമാണ്. നമ്മൾ കർത്താവിൻ്റെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടെങ്കിലും നമുക്ക് ഓരോ ദിവസവും സാൻറ്റിഫിക്കേഷൻ ആവശ്യമാണ്, ശുദ്ധീകരണം. ആ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായി സാൻറ്റിഫിക്കേഷനിലൂടെ കടന്നു പോകുമ്പോഴേ നമുക്ക് ഗ്ലോറിഫിക്കേഷൻ, മഹത്വകരണം ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ കർത്താവ് വരുമ്പോൾ നാം അവനെ കാണുന്നത് ഹല്ലേലൂയ രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ നമുക്ക് സാൻറ്റിഫിക്കേഷൻ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം. എൻ്റെ പൊന്നേ, ഹൃദയം കഠിനമാക്കരുത്. ഏതെങ്കിലും പാപങ്ങൾ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ കഠിനപ്പെടുത്തുകയോ ആവർത്തിക്കുകയോ റിബലാക്കുകയോ ചെയ്യാതെ, ആരാ ശരിയെന്ന് ചോദിക്കാതെ ദൈവസന്നിധിയിൽ വീണ് കിടന്ന് അനുദപിച്ചാൽ തമ്പുരാന്റെ കരം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ജന്മം പ്രാപിക്കണം. എങ്ങനെയാണ് വീണ്ടും ജന്മം ഉണ്ടാകുക? മാനസാന്തരം. രക്ഷ ദൈവത്തിന്റെ ദാനമാണെന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നു. കർത്താവായ യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്യണം? വാ കൊണ്ട് ഏറ്റുപറയണം. റോമർ 10:9 രക്ഷയ്ക്കായി ഏറ്റുപറയണം. ഇവിടെ നാം ആ വാക്ക് കാണുന്നു, വീണ്ടും ജനനം.
എങ്ങനെയാണ് വീണ്ടും ജനനം ഉണ്ടാകുക? വിശ്വാസം എങ്ങനെ ഉണ്ടാകും? കേൾവിയാലുണ്ടാവും. കേൾവി കേൾക്കണമെങ്കിൽ എന്തുണ്ടാകണം? ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ കാതിലൂടെ ദൈവവചനം കേട്ട് ആ കാതിലൂടെ കേൾക്കുന്ന വചനത്താൽ നമുക്ക് അനുതാപം ഉണ്ടായി ക്രിസ്തു എന്ന രക്ഷകൻ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ക്രിസ്തു നമ്മിൽ ഉരുവാകും. ക്രിസ്തു നമ്മിൽ ഉരുവാകുകയും ക്രിസ്തു നമ്മിൽ ജനിക്കുകയും നാം ക്രിസ്തുവിൽ ജനിക്കുകയും ചെയ്യും. അല്ലേ? ക്രിസ്തു നമ്മിൽ ഉരുവാകുന്ന എൻ്റെ പേരാണ് എന്ത്? വീണ്ടും ജനനം. പറഞ്ഞേ, വീണ്ടും ജനനം. ഒരു നവജാത ശിശു ക്രിസ്തു നമ്മിൽ ഉളവാകുകയാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തോണേ, ഒരു കുഞ്ഞ് ജനിച്ചാൽ ഒരു ഗർഭിണി, ഒരു സഹോദരി ഗർഭിണി, ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ജീവൻ്റെ ദാതാവാണ് ദൈവം. ഞാൻ ഈ ദിവസങ്ങളിൽ ഒന്ന് വിഷയം മാറുകയാണ് അവിടെ പറയുമ്പോൾ, പക്ഷെ വിഷയത്തിൽ നിന്ന് പോത്തില്ല, മടങ്ങി വരണം. ഇന്ന് വലിയൊരു പ്രശ്നമുണ്ട് ക്രൈസ്തവരുടെ ഇടയിൽ. അത് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ക്രൈസ്തവരുടെ ഇടയിലാണ്. പ്രാർത്ഥിക്കണ സഭ. സാത്താൻ്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജിയാണത്. എന്താണെന്ന് ചോദിച്ചാൽ, പിള്ളേർ കല്യാണം കഴിക്കത്തില്ല. 34 വയസ്സ്, 36 വയസ്സ്, 38 വയസ്സ് നിൽക്കുക. എന്നെ കൊച്ചെ കെട്ടാത്തെ, സെറ്റിലായിട്ട് കെട്ടാൻ. എല്ലാം സെറ്റിലായിട്ട് കെട്ടി ഒറ്റയാളുടെ പേര് പറയാമോ? സെറ്റിലായിട്ട് കെട്ടുവാണോ, കെട്ടിയിട്ട് സെറ്റിലാകുവാണോ? എൻ്റെ അങ്കളെ, സെറ്റിലായിട്ട് കെട്ടുവാണോ, കെട്ടുമ്പോൾ അങ്ങ് സെറ്റിലാകുവാണോ? കെട്ടുമ്പോൾ അങ്ങ് സെറ്റിലാവും. കെട്ടിയപ്പം വല്ലതും ഉണ്ടായിരുന്നോ? ഇത്രയൊക്കെ ഒരു കൊച്ചുള്ളപ്പോൾ ഒരു കൊച്ചിനുള്ളത് കിട്ടും, 2 കൊച്ചുള്ളപ്പം 2 കൊച്ചിനുള്ളത് കിട്ടും. ആവശ്യമുള്ളതൊക്കെ ആര് തരും? ദൈവം തരും. ആമേൻ പറയാവുന്നൊരു ആമേൻ പറഞ്ഞേ. 1, കല്യാണം വേണ്ടെന്ന് പറയുന്നു. 2, കല്യാണം കഴിച്ചവിടെ വലിയ പ്രശ്നമാണ്. ഇത് ഞാൻ മനഃപൂർവ്വം പറയുകയാണ്, സഭയോട് പറയാൻ വേണ്ടി. ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളൊരു സന്ദേശം എല്ലായിടത്തും പറയുന്നു. കല്യാണം കഴിച്ചവർക്ക് ആരെ വേണ്ട? പിള്ളേരെ വേണ്ട. വേണ്ട 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 വേണ്ട, ഇപ്പം വേണ്ട. പിന്നെ തോന്നുമ്പം തരാം, ഇത് ഉപ്പാപ്പം കളിയാ. ഇവർക്ക് തോന്നുമ്പം തരാം, ഇത് ഉപ്പാപ്പം കളിയാണ്. ഇപ്പം വേണ്ട, ഇപ്പം വേണ്ട, പിന്നെ എപ്പം കിട്ടണം? അതുകൊണ്ട് വേണ്ട എന്നൊരൊറ്റ വാക്ക് ഒറ്റയായിരുന്നു പറഞ്ഞേക്കല്ലേ. ജീവന്റെ ദാതാവിനോട് തന്നാ സ്വീകരിക്കാന്ന് പറയണം. 2 കൈയും നീട്ടി കുഞ്ഞുങ്ങളെ സ്വീകരിക്കണം. ഒറ്റയാള് ജീവൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. നാവ് കൊണ്ട് ബന്ധിക്കരുത് ജീവന്റെ ഉടവനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ സ്തുതിച്ചേ. അന്നേരം പറഞ്ഞു വിസ കിട്ടിയിട്ട് പിള്ളേർ മതിയെന്ന്. പിന്നെ പറഞ്ഞു PR കിട്ടിയിട്ട് മതിയെന്ന്. PR കിട്ടിയപ്പം പറഞ്ഞു സിറ്റിസൺ ആയിട്ട് മതിയെന്ന്. പിന്നെ എപ്പോഴാണ് കിട്ടുന്നേ? അതുകൊണ്ട് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് എവിടെ പോവും? ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞങ്ങ് മരിച്ചുപോയി, സങ്കടകര. പക്ഷെ കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ? കാണും. ഒരു കുഞ്ഞ് ജനിച്ചു, അബോട്ടായി പോയി, സ്വർഗത്തിൽ കാണുമോ? കാണും. ഒരു കുഞ്ഞ് ജനിച്ചു, ഓട്ടിസ്റ്റിക്ക, MR, ബുദ്ധിയില്ലാത്ത കുഞ്ഞാ, സോറി, സങ്കട. പക്ഷെ സന്തോഷിച്ചോണം, ഒരു കളങ്കവും ഇല്ലാതെ എവിടെ കാണും? ആ ബുദ്ധിയുള്ളതിനെ ഓർത്താ പേടിക്കണ്ടേ. ബുദ്ധിയില്ലാത്തതിന് ഒരു കുഴപ്പവും വരത്തില്ല. പാപമെന്തെന്നറിയാത്ത കുഞ്ഞിനെ കർത്താവ് അങ്ങ് ശുദ്ധീകരിച്ചെടുക്കും. ഇതെൻ്റെ അനുഭവമാണ്. ഞങ്ങളുടെ ചർച്ചിൽ സിബു എന്ന് പറയുന്ന ഒരു MR ആയിട്ടൊരു കുഞ്ഞുണ്ടായിരുന്നു. അവനിങ്ങനെ ഒത്തിരി വലിയ ബുദ്ധിയൊന്നുമില്ല. പക്ഷെ അവനൊരു മരണത്തിൽ, ഞാനത് പറഞ്ഞത് ഒത്തിരി പേര് കേട്ടിട്ടുണ്ട്, ആരോ കട്ട് ചെയ്തിട്ട് അത് ഒത്തിരി പേര് പങ്കുവെച്ചൊരു കാര്യമാണ്. സിബു കുറച്ച് ദിവസം ഒരുങ്ങി നടക്കുക, കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, ഇഞ്ച് ചെയ്ത് ഷൂസും സോക്സും ഒക്കെ ഇട്ട്. അടുത്തുള്ള പൊന്നച്ചാനുണ്ട്, പൊന്നച്ചാണ്ട് ചോദിച്ചു, നീ എന്നാ ഇങ്ങനെ നടക്കുന്നേ? അവസാനം മുണ്ടും കെട്ടി, ഷർട്ടും മുണ്ടും കൈരിയൊക്കെ കൊടുത്ത് തലക്കെട്ടും കെട്ടി നടക്കുന്ന അവൻ താണ്ടിപ്പം പാന്റും ഷർട്ടും ഇട്ട് നിൽക്കുക. യേശുകർത്താവ് പറഞ്ഞു വരാൻ പറഞ്ഞു, കൈ തന്നു, എത്തിയില്ല. ഇന്നോ നാളെയോ വരും. അതിനെപ്പോഴും റെഡിയായിട്ട് നിൽക്കുക. പൊന്നച്ചാണ്ട് വന്ന് പറഞ്ഞു, ഞാൻ പോയാൽ ഞാൻ മരിക്കുമ്പം എല്ലാവർക്കും ഊണ് കൊടുത്തേക്കണം. കുഴഞ്ഞ ഭാഷയാ, നല്ല സ്ഫുടതയല്ല. എന്നിട്ടും പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് ഒരുങ്ങി കയറി കിടന്നവൻ അങ്ങ് പോയി. എനിക്കൊരു കാര്യം പിടികിട്ടി, അവരോടൊക്കെ തമ്പുരാനും ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ എവിടെ കാണും? സ്വർഗത്തിൽ കാണും. ഒരു കുഞ്ഞിന് ജന്മം കൊടുത്താൽ നിത്യതയ്ക്ക് ഒരു അവകാശിയെ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി യോഗത്തിന് കൊണ്ടുവരുന്നത്, അവർക്ക് രക്ഷയുടെ ദൂത് കൊടുക്കുന്നത്, അവരെ ഓർത്ത് കരയുന്നത്, ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. എവിടെ ചെല്ലാനാ? സ്വർഗത്തിൽ ചെല്ലാനാ. മക്കളാരുടെ ദാനം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് ജീവനോട് വൈമുഖ്യം കാണിക്കരുത്, ജീവനോട് വിസമ്മതിക്കരുത്. ജീവന്റെ ദാതാവിനെ 2 കൈയും നീട്ടി ജീവനെ സ്വീകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ പറയാവുന്നവരെല്ലാം ഉറക്കെ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ കൊണ്ട് ഞാൻ തിരിച്ചു വരികയാണ്. ഒരു അമ്മയുടെ വയറ്റിൽ ജനിച്ചു. എങ്ങനെ അറിയാം? ഞാൻ രാവിലെ PCKയിലെ പിള്ളേർ കുഞ്ഞുങ്ങളോട് സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർ സംസാരിച്ചപ്പോഴാണ് ചോദിച്ചത്. അവർ ഉത്തരം പറഞ്ഞു. ഞാൻ പറഞ്ഞു നിന്നെ കെട്ടിക്കാൻ യോഗ്യനായി. അവൻ പറഞ്ഞു എങ്ങനെ അറിയാം? ഓക്കാനം വരുമ്പോൾ അറിയാമെന്ന്. അവനറിയായിരുന്നു, അവന് കൊച്ചു ചേർക്കനാ പറഞ്ഞു. അവനാണ് ആരോ പറഞ്ഞു ഓക്കാനം വരുമ്പോൾ അറിയാം. സത്യമല്ലേ?
ഞാൻ പറഞ്ഞു യു ആർ എലിജിബിൾ ടു ഗെറ്റ് മാരി, പക്ഷെ ഇപ്പം വേണ്ട. ഓക്കാനം വരുമ്പോൾ അറിയാമെന്ന് പറഞ്ഞു. സത്യമല്ലേ? അപ്പം വീണ്ടും ക്രിസ്തു ഉരുവായാൽ അതെങ്ങനെ അറിയാം? ഇന്നലെ വരെ ഇഷ്ടമായത് പലതിനോടും ഒരു ഓക്കാനം വരും. എന്നാൽ ഇന്നലെ വരെ അലർജി ആയിരുന്ന ശബ്ദമുണ്ടല്ലോ, പാട്ടുണ്ടല്ലോ, ആരാധനയുണ്ടല്ലോ, അന്യഭാഷയുണ്ടല്ലോ, അതിനോട് ഒരു സഷ്ടം കൂടും. ക്രിസ്തു ജനിക്കുമ്പോൾ ഇന്നലെ വരെ ഇഷ്ടമായിരുന്നതിനോട് ഒരു അവേർഷൻ ഉണ്ടാകും. ലോകത്തോടും ലോക ചിന്തകളോടും ലോകമോഹങ്ങളോടും അവേർഷൻ ഉണ്ടാകും. എന്നാൽ ദൈവത്തോടും ദൈവജനത്തോടും ദൈവസഭയോടും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനോട് വചനത്തോടും അഭിനിവേശം കൂടും. ഇന്നലെ എന്തായിരുന്നു നമുക്ക് വലുത്, അത് ചെറുതാകും. ഇന്നലെ ചെറുതായിരുന്നത് നമ്മുടെ മുമ്പിൽ വലുതാകാൻ തുടങ്ങും. അതിൻ്റെ പേരാണ് വീണ്ടും ജനനം. ആ അവേർഷൻ ഉണ്ടായില്ലെങ്കിൽ വീണ്ടും ജനനം ഉണ്ടായിട്ടില്ല. വീണ്ടും ജനനം ഉണ്ടാകും. ഇന്ന് മനുഷ്യരെ മുഴുവൻ ആഗ്രഹങ്ങളുടെ ലോകത്താണ്. വീണ്ടും ജനനം പ്രാപിച്ചവർക്ക് ആഗ്രഹങ്ങളെ പരിമിതപ്പെടുത്താൻ കഴിയും. പരിമിതപ്പെടുത്തണം. ഞാൻ പറഞ്ഞത് ജോലി ചെയ്യാനെന്നോ ഒന്നും അല്ല. പക്ഷെ ആളുകൾ വെറുതെയാണ് സാധനം മേടിക്കുക. എന്തിനിങ്ങനെ മേടിക്കുന്നേ? ഇതാ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പിണങ്ങരുത്. ഞാൻ പിള്ളേരോട് രാവിലെ പറഞ്ഞാണ്. ചപ്പൽ തന്നെ ഇട്ടുകൊണ്ട് യോഗത്തിനും പോയി, കല്യാണത്തിനും പോയി, സ്കൂളിലും പോയി, ചന്തയിലും പോയിരുന്നോ? കൈപൊക്കാവോ? ചപ്പലായിരുന്നു. എന്നിട്ട് ആ ചപ്പൽ എന്തോ ചെയ്യായിരുന്നു? ആറ്റിക്കൊണ്ടുപോയി തേച്ച് കഴിയും. ഇന്ന് തേച്ച് കഴിയാൻ കൊച്ചനോട് പറയും OCD ആണ്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറാ. അപ്പന് വൃത്തി കൊള്ള ചെരുപ്പ് എന്തോ ചെയ്യുക, തേച്ച് കഴുകുക. ചെരുപ്പ് തേച്ച് കഴിക്കാൻ പോയത് അത് ഒറ്റ ചെരുപ്പായിരുന്നു. അത് അവസാനം തേഞ്ഞ് അങ്ങ് നാക്കങ്ങ് ഇതായപ്പം വള്ളി പൊട്ടിപ്പോയി. രക്ഷപ്പെട്ടി. പുതിയ ചെരുപ്പ് കിട്ടുമല്ലോ. കാർന്നോര് വന്നു വൈകിട്ട് 2 പുതിയ വള്ളിയുമായിട്ട് വന്നോ. എന്നിട്ട് ഇതെങ്ങനെ കയറ്റും? ഈസിയാ. ഇച്ചിരി സോപ്പിട്ട് വെളിച്ചെണ്ണ മുക്കി കയറ്റി വെച്ച് ഇതും കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. പൊട്ടിപ്പോയാലും രക്ഷപ്പെടത്തില്ല. പൊട്ടിപ്പോയാലും എന്തില്ല, രക്ഷയില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഒരു ഷൂസോ ഒരു ലെതർ ചെരുപ്പോ ഒക്കെ ഭയങ്കര ലക്ഷറി ആയിരുന്നു. ഇന്ന് ഒരു വീട്ടിൽ ചെന്നാൽ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന എന്താ? ചെരുപ്പ്. ഒരാൾക്ക് എത്ര ചെരുപ്പ് കാണും? ചിന്തിച്ചാൽ മതി. ആ ചെരുപ്പിൻ്റെ വില കൂട്ടി എത്ര രൂപ കാണും? നമ്മൾ 100 രൂപ വെളിച്ചെണ്ണ 1/2 കിലോ, കാപ്പിപ്പൊടി 100, പഞ്ചാര 250, പരിപ്പ് 1/2 കിലോ, 5 കിലോ അരി എന്നും പറഞ്ഞുകൊണ്ട് ലിസ്റ്റ് എഴുതി എവിടെ പോയി? കടയിൽ പോയി. ലിസ്റ്റ് എഴുതി കടയിൽ പോയിട്ടുള്ളവരൊന്ന് കൈ പൊക്കിക്ക്. ഇന്ന് പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു വണ്ടിയും തള്ളിക്കൊണ്ടങ്ങ് കയറും. ആ വണ്ടിയിലോട്ടൊരു കൊച്ചും കാണും. കൊച്ചിഷ്ടമുള്ളതെല്ലാം കൂടെ പറക്കിയിടും. കൊച്ചിനെ കരയിപ്പിക്കാതിരിക്കാൻ അതെല്ലാം എടുക്കുകയും ചെയ്യും. എന്തുവാ? പിന്നെ ചോദിക്കും ബൈ ടു. അതെല്ലാം അതിനകത്തുണ്ട്. വല്ല പ്രയോജനം ആവശ്യമുള്ളതാണോ? ആവശ്യമില്ല. പലതും ആവശ്യമില്ല. അപ്പോഴാണ് ഞാൻ വേദപുസ്തകം വായിച്ചതും ഗാന്ധിജി എങ്ങനെ ക്രിസ്തുവിനാൽ ഇൻഫ്ലുവൻസ് ആയി എന്നുള്ള ചിന്തയ്ക്ക് വേണ്ടി പൗരുഷൻ്റെ ടോക്കിന് വേണ്ടി പഠിച്ചതാണ്. അപ്പം ഗാന്ധിയുടെ ഒരു ഫിലോസഫി എനിക്കും ഇഷ്ടം തോന്നി. ഗാന്ധിജി പറയുന്നുണ്ട്, എന്തെടുത്താലും ചിന്തിക്കണം, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്? ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്? ഇത് കഴിഞ്ഞ് ഞാനും ഭാര്യയും കൂടെ എറണാകുളത്ത് പോയി. വേറെ ആവശ്യത്തിന് പോയതാണ്. ലുലു ചെന്ന് കൺവെൻഷൻ വരുക, കുറച്ച് പാത്രമൊക്കെ മേടിക്കണം. അപ്പോൾ എൻ്റെ ഭാര്യ പാവം, അവള് ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറിയപ്പം ഞാൻ പറഞ്ഞു, ഇനി വന്നേ, ഞാൻ കഴിഞ്ഞ ദിവസം ഗാന്ധിജിയെ പഠിച്ചു, ക്രിസ്തുവിനെ പഠിച്ചു. എന്നിട്ട് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഏത് സാധനം എടുക്കുമ്പോഴും ക്രിസ്തുവാണ് പുള്ളിയുടെ ഇൻഫ്ലുവൻസ്. ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ് എന്ന് പറയണം, ചോദിക്കണം. എന്നിട്ട് 2 വട്ടം ചോദിച്ചിട്ട് മേടിച്ചോളാൻ പറഞ്ഞു. 1.5 മണിക്കൂർ ഹൈപ്പർ മാർക്കറ്റിലൂടെ നടന്നിട്ട് താണ്ട് ഒന്നും എടുക്കാതെ തിരിച്ചു വന്നു. എന്നിട്ട് പറയുക, എറണാകുളത്ത് വന്നപ്പോഴാണ് നിങ്ങളുടെ ഒരു ഫിലോസഫി. ഇത് പേടിക്കട്ടോ. സത്യത്തിൽ 2 വട്ടം ആലോചിച്ചാൽ പലതും എന്താക്കാം? ഒഴിവാക്കാം. പലതും ഒഴിവാക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാമോ? മറ്റൊരാളുടെ കണ്ണീരൊപ്പാൻ, മറ്റൊരാളുടെ വേദന. ഇന്നലെ ഇഷ്ടമുണ്ടതിനോട്, ആഗ്രഹമുള്ളതിനോട് ഒരു ആഗ്രഹം കുറയുകയും മറ്റുള്ളവരെ സഹായിക്കുവാൻ, നിത്യതയ്ക്ക് വേണ്ടി ദർശനം മിഷന് കൊടുക്കുവാൻ, ഹല്ലേലൂയ, ഒരു താല്പര്യം കൂടുകയും ചെയ്യുമ്പോൾ ഓർത്തോണം, അകത്തുരുവായിട്ടുണ്ട്. ആരാ? ക്രിസ്തു എന്നിൽ ഉരുവായിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് കാര്യം എടുക്കുമ്പോഴും UPF കൺവെൻഷൻ എന്തോ പഠിച്ചെന്ന് ചോദിച്ചാൽ മറക്കരുത്, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട്. കുടുംബ പ്രശ്നം ഉണ്ടാക്കരുത്. ക്യാൻ ഐ മാനേജ്. കെട്ടിയന്മാർ ഇത് മാത്രം പഠിക്കും, ബാക്കിയൊന്നും പഠിക്കുന്നില്ല. ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്? അങ്ങനെ ചോദിച്ചിട്ട് ഒരു കാര്യം വേണ്ടാന്ന് വെക്കണം. എന്തിനാണെന്നറിയാമോ? അതുകൊണ്ട് ഒരാളെ സഹായിക്കാൻ ഒത്തെങ്കിൽ ഭയങ്കര പുണ്യമായിരിക്കും. അതുകൊണ്ട് ഒരാളെ സഹായിക്കാൻ ഒത്തെങ്കിൽ അതൊരു പുണ്യമായിരിക്കും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വീണ്ടും ജന്മം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഇന്നലെ വലുതായിരുന്നതിനോട് എന്ത് തോന്നും? താല്പര്യം കൂടുമോ കുറയുമോ? കുറയും. പക്ഷെ ഇന്നലെ ഇഷ്ടമില്ലാതിരുന്ന, ഇന്നലെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്ന, ഇന്നലെ അരോചകമായിരുന്ന ആ പാട്ട് കേൾക്കുമ്പോൾ, കയ്യടി കേൾക്കുമ്പോൾ അകത്തൊരു തുള്ളലുണ്ടാകും, അകത്തൊരു സന്തോഷം കൂടുന്നുണ്ടോ? ക്രിസ്തു ഉരുവായിട്ടുണ്ട്. ആ കുറഞ്ഞോ? മറ്റു പലതും വലുതാകുന്നുണ്ട്. ഇന്ന് രാത്രി പ്രിയരെ, ദൈവിക വിഷയങ്ങളെ താല്പര്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അപകടം, 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 അപകടം. സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, എല്ലാവരും സ്തുതിച്ചേ, അതിരം തുറന്ന് കൈയടിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം 3-ാം അധ്യായത്തിൽ പറയുകയാണ്, ആത്മാവിനാൽ എന്ത് ചെയ്യണം? ജനിക്കണം. എല്ലാവരും പറഞ്ഞേ, ആത്മാവിനാൽ എന്ത് ചെയ്യണം? ജനിക്കണം. പെട്ടെന്ന് മുമ്പോട്ട് പോകണമല്ലോ. 4-ാം അധ്യായത്തിൽ പറയുന്നു, നട്ടുച്ച നേരത്ത് ക്രിസ്തു വന്നു. എവിടെ? അപ്പം വീണ്ടും ജന്മം പ്രാപിച്ച ഒരു സമൂഹം. അവിടെ ശമരിയക്കാരത്തി സ്ത്രീയെ തേടി യേശു വരികയാണ്. അവിടെ ഒരു കാര്യമുണ്ട്. 3-ാം അധ്യായത്തിൽ പുതുജന്മമാണെങ്കിൽ 4-ാം അധ്യായത്തിൽ ആ പുതുജന്മം പ്രാപിച്ച സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഇവിടെ നടിച്ചുവരുകളായിരുന്നു, വേർപാടായിരുന്നു, ജാതി ചിന്തയായിരുന്നു. ആര് തമ്മിൽ? യഹൂദനും ശമനും തമ്മിൽ. ജാതി ചിന്തയുടെ അടിത്തറ ഇളക്കുന്നതാണ് വീണ്ടും ജന്മം. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്ന, മനുഷ്യൻ്റെ ഇടയിലുള്ള അതിരുകളെ, നടിച്ചുവരുകളെ ഇടിച്ചു കളയുന്ന ഏറ്റവും വലുതാണ് വീണ്ടും ജന്മം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവിടെ ജാതി ചിന്ത ഇടിഞ്ഞു പോകുകയാണ്. ഇന്നും ജാതി പറയുന്നവർ ശ്രദ്ധിച്ചോണേ, ജാതി ചിന്ത വീണ്ടും ജന്മം പ്രാപിച്ചവരിടയിൽ ഇല്ല. എന്തുകൊണ്ടില്ല? വീണ്ടും ജന്മം പ്രാപിച്ചവർ, അവർ യഹൂദനെന്നുമില്ല, യവനെന്നുമില്ല, ദാസനെന്നുമില്ല, സ്വതന്ത്രനെന്നുമില്ല, ആണെന്നുമില്ല, പെണ്ണെന്നുമില്ല. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. കൈയടിച്ച് സ്തുതിച്ചേ, ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. അതാണ് സുവിശേഷം വരുത്തിയ വിപ്ലവാത്മകമായ മാറ്റം. സമൂഹത്തിൻ്റെ ഉയർന്നവനും താണവനെന്നുമല്ല, പണക്കാരനും പാവപ്പെട്ടവനെന്നുള്ളത്. ഞാൻ പറയും, പെന്തക്കോസ്ത് ഒരു വിപ്ലവ പ്രസ്ഥാനമായിരുന്നു. ജാതി ചിന്ത കൊടുമ്പിരിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പെന്തക്കോസ്ത് പ്രസ്ഥാനം വന്നപ്പോൾ അന്ന് നാട്ടുകാർ ഞെട്ടി. എന്താണെന്നറിയാമോ? പല വിഭാഗത്തിൽപ്പെട്ടവർ, ഒരിക്കൽ മാറ്റിയും അകന്നും മിണ്ടാതെയൊക്കെ പോയതവർ ഒരുമിച്ചൊരു പായലിരുന്ന് ഒന്നിച്ചാരാധിച്ചു, ഒരു പാത്രത്തിൽ നിന്ന് കുടിച്ചു. ഇപ്പോൾ ആ കപ്പ് വന്നത് കോവിഡിന് ശേഷം. എൻ്റെ അപ്പ കോവിഡിന് മുമ്പ് മരിച്ചു. ഭാഗ്യം. കാരണം അതിനു മുമ്പ് ആൾ കൂടിയപ്പം കുറേ സഹോദരന്മാർ എന്ന് പറഞ്ഞു, പൊന്നു പപ്പ ഒരു ഉപകാരം ചെയ്യും, ഒത്തിരി ആളാ, പണ്ടത്തെ പോലല്ല, നമുക്കതുകൊണ്ട് കപ്പാക്കാം. പപ്പ പറഞ്ഞു, തെറ്റല്ല, ഞാൻ ചത്തിട്ടേ ചെയ്യാവൂ. കോവിഡിന് മുമ്പ് പോയത് ഭാഗ്യം. അല്ല, അവർക്കത് സഹിക്കാനൊക്കത്തില്ല ഒരു ഗ്ലാസ് അല്ലാതെ കുടി. കാരണം അവർ ശീലിച്ചത് അതാണ്. അവർ ഒരു പാനിന് മാത്രത്തിൽ കുടിച്ചു. എന്നിട്ട് പിരിയ ബന്ധമെന്ന് പറഞ്ഞ് ചുംബനം കൊടുത്തപ്പോൾ ലോകം ഞെട്ടി. എന്തുകൊണ്ട് ഞെട്ടി? ഈ വീണ്ടും ജന്മം പ്രാപിച്ച സമൂഹത്തിൻ്റെ ഇടയിൽ നടിച്ചുവരുകളില്ലാത്തൊരു സമൂഹമാണ്. അതായിരിക്കണം സഭ. കൈയടിച്ച് ആമയം പറഞ്ഞ് സ്തുതിക്കാം. നടിച്ചുവരുകളില്ലാത്ത ദൈവസഭ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നടിച്ചുവരുകളില്ലാത്ത ദൈവസഭ, വീണ്ടും ജനനം. അപ്പോഴാണ് ശമരിയക്കാരത്തി സ്ത്രീയോട് ക്രിസ്തു സംസാരിക്കുക. എന്ത് രസകരമായിട്ടാണ് സുവിശേഷം തുടങ്ങുന്നത്. വളരെ കൃത്യമായി. ഇതാണ് കർത്താവിൻ്റെ ഒരു സ്ട്രാറ്റജി. നേരിട്ട് വന്നിട്ട് രക്ഷിക്കപ്പെട്ടതാണെന്നൊന്നും ചോദിച്ചില്ല. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്, ഇറച്ചി വെട്ടുകാരൻ രക്ഷിക്കപ്പെട്ടു. നിങ്ങൾ കേട്ടുള്ള കഥയായിരിക്കും. പുള്ളിക്കാരൻ ഇങ്ങനെ ഇറച്ചി ചോദിച്ചോണ്ടൊരു പാമ്പ് പിടിച്ച കുഞ്ഞ് 1/2 കിലോ ഇറച്ചി മേടിക്കാം. പുള്ളി ഇറച്ചി ഇങ്ങനെയിടയ്ക്ക് ചോദിച്ചു, രക്ഷിക്കപ്പെട്ടതാണ്. കൊച്ചിങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു രക്ഷിക്കപ്പെട്ടു. അവൾ ഇറച്ചി മേടിച്ചില്ല, അവൾ ഓടിക്കളഞ്ഞു. അവൾ മേടിച്ചു പോയി. ഇങ്ങനൊന്നും അല്ല ചോദിക്കുന്നത്. ക്രിസ്തു വളരെ രസകരമായിട്ട് പറഞ്ഞു, എനിക്ക് ഇച്ചിരി എന്ത് ചെയ്യണം? വെള്ളം കുടിക്കാൻ തരണം. വെള്ളം കുടിക്കാൻ തരുന്നപ്പോൾ അവൾ ഞെട്ടിപ്പോയി. ഒന്ന്, നീ യഹൂദൻ, ഞാൻ ആരാ? ശമരിയക്കാരത്തിയ. ചണ്ടാല ഭിക്ഷയ്ക്ക് വായിച്ചില്ലേ? ആരുടെ? ദാഹിക്കുന്നു ഭഗനി കൃപാരസ മോഹനം. കേട്ടിട്ടില്ലേ? അതും ഇതുമൊക്കെ ഏതാണ്ടൊരു ചിന്തകൾ ഇതിന്നൊക്കെ ആയിരിക്കണം. അപ്പോൾ ശമരിയക്കാരൻ സ്ത്രീ, ഈ പാട്ടറിയാൻ വയ്യാത്ത ക്രിസ്ത്യാനി ഇല്ല. നല്ല പാട്ടുകാരെ, നിങ്ങൾക്ക് വന്ദനം. എന്നാലും നട്ടുച്ച നേരത്ത് വെള്ളത്തിനായി ഞാൻ അറിയാം, വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പൂ യൂതൻ ഞാൻ കോരിയ വെള്ളം, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ
ബാക്കി എന്താ? ആൻറ്റിയെ കൊയറിലെടുത്തില്ല. ആരാ എൻ്റെ അപ്പം ഇതെല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. നട്ടുച്ച നേരത്തെ കർത്താവ് സംഭാഷണം തുടങ്ങിയപ്പോൾ അവൾ ഭയങ്കര ആവേശത്തോടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ക്രിസ്തു പതുക്കെ ചോദിച്ചു. എന്താ ചോദിച്ചത്? അവളോട് ചോദിക്കുകയാണ്, നീ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെ എന്തു ചെയ്യും? ദാഹിക്കും. എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും എന്തു ചെയ്യുകയില്ല, ദാഹിക്കില്ല. അവിടെ ഒരു ദാഹത്തെ ക്രിസ്തു അഡ്രസ്സ് ചെയ്യുകയാണ്. നമ്മൾ വളരെ കൃത്യമായിട്ട് ഓർക്കണേ. അപ്പോൾ അവളുമായിട്ട് സംസാരിക്കുമ്പോൾ, യജമാനെ ഞാൻ എവിടാ പോകുന്നൊക്കെ ചില യേശുവോട് പറയുന്നുണ്ട്, പോയി നിൻ്റെ ഭർത്താവിനെ എന്ത് ചെയ്യണം? വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ അവൾ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് എത്ര ഉണ്ടായിരുന്നു? അപ്പോൾ കർത്താവോട് പറയുകയാണ്, ഭർത്താവ് ഇല്ലെന്ന് നീ പറഞ്ഞത് ശരിയാ, പക്ഷേ നിനക്ക് എത്ര ഭർത്താക്കന്മാരുണ്ടായിരുന്നു? 5. ഇപ്പോഴുള്ളവനോ നിൻ്റെ എന്ന കാര്യം. ലിവിങ് ടുഗദർ ലോകത്താദ്യമായി കണ്ടുപിടിച്ച സ്ത്രീയുടെ പേരെന്താ? ശമരിയക്കാരത്തെ സ്ത്രീയാണ്. 5 എണ്ണത്തെ കെട്ടി. ഇപ്പം എന്താ? ലിവിങ് ടുഗദർ. ആരല്ല? ഭർത്താവല്ല, പക്ഷെ കൂടെ ഉള്ളത് എന്താ? അതല്ല ലിവിങ് ടുഗദർ. മാരിറ്റൽ ബോണ്ടില്ല, ലീഗൽ ബോണ്ടില്ല, പക്ഷെ എന്ത് ചെയ്യും? വിത്ത് മ്യൂച്വൽ കൺസെൻറ്റ് ഒരുമിച്ച് എന്ത് ചെയ്യുന്നു? താമസിക്കുന്നു. ക്രിസ്തു അവളോട് സംസാരിക്കുകയാണ്. അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനും എന്തല്ല? ഭർത്താവല്ല. ഞാൻ ആ സ്ത്രീയെ കുറ്റം പറയത്തില്ല. ഒരു പക്ഷേ അവിടെ ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള ഒത്തിരി മുറിവുകളായിരിക്കാം, സ്നേഹം തേടിയുള്ള പരക്കം പാച്ചിലായിരിക്കാം, അങ്ങനെയുള്ള സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവൻ തകർന്നു പോയവർ അവരെവിടെയൊക്കെയോ എന്തൊക്കെയോ അന്വേഷിക്കുകയാണ്. എല്ലാ മനുഷ്യൻ്റെ അകത്തൊരു വാക്കുമുണ്ട്, ഒരു ഗോഡ് സ്പേസ് ഉണ്ട്. മദ്യപിക്കുന്നവർ സത്യത്തിൽ നല്ല മനുഷ്യരാണ് നമ്മളെക്കാട്ടിലും. അതുകൊണ്ടല്ലേ ചിലരൊക്കെ പറയത്തില്ലേ, മദ്യപിച്ചില്ലെങ്കിൽ അച്ഛൻ ആരാ? വെറും പാവ. എന്നാലും ചിലരൊക്കെ മദ്യപിച്ച് കഴിയുമ്പോൾ എന്നെയൊക്കെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ ഉണ്ട്. എൻ്റെ ഭാഷേ പാവമല്ലേ. മദ്യപിക്കുന്നവരൊക്കെ സത്യത്തിൽ ഇവരെന്തിനാ മദ്യപിക്കുന്നേ? അവരുടെ അകത്ത് ധൈര്യമില്ല, അവർക്കൊരു ഊന്നുവടിയാണ് മദ്യം. ഇന്ന് ഡ്രഗ്സ് ഉണ്ട്. പിള്ളേരെ എല്ലാം ഡ്രഗ്സിൻ്റെ ലോകത്തോട്ട് വലിച്ചുകൊണ്ട് പോയി. എപ്പോഴേ ഡ്രഗ്സ് കൊടുക്കുന്ന അറിയാവും? ഡ്രഗ്സ് കൊടുക്കുന്നത് ഈ പരീക്ഷയുടെ തലേദിവസമൊക്കെ ഇതുങ്ങളങ്ങ് ടെൻഷൻ അടിക്കും. അല്ലെങ്കിൽ ഈ പ്രേമനൈരാശ്യം ഇന്ന് വലിയ പ്രശ്നമാണ്. കൂടുതലും ആൺപിള്ളേർക്കാണ്. പെൺപിള്ളേർ നൈസായിട്ട് തേച്ചിട്ട് പോകും. പണ്ട് ആൺപിള്ളേർ പെൺപിള്ളേരെ തേക്കുമായിരുന്നു. ഇപ്പം പെൺപിള്ളേർ ആൺപിള്ളേരെ തേച്ചിട്ട് അവർ കൂളായിട്ട് പോകും. ഇപ്പോഴത്തെ പെൺപിള്ളേർ ഭയങ്കര മിടുക്കരാ. ആണോ? അവന്മാരാ പാവം. കാരണം ആ പെണ്ണെല്ലാം ബോബി ചെയ്തു. അവർക്ക് ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ഒത്തിരി ആഭരണം ഇടുവോ? ശ്രദ്ധിച്ച് ഇടുവോ? ഇല്ല, ആഭരണം ഇല്ല, ബോബില്ല. പിന്നെ അവരുടെ നിക്കറിൻ്റെ നീളം കൂടുതലാണോ കുറവാണോ? കുറവാണ്. ആൺപിള്ളേരുടെയാണ് ഇച്ചിരി ഡീസൻറ്റ്. ആൺപിള്ളേർക്ക് ഇച്ചിരി ഇറക്കമുള്ള നിക്കറല്ലേ. അപ്പം ഞാൻ നോക്കിയപ്പം ഇവള് ചെറിയ നിക്കറൊക്കെ ഇട്ട് ബോബൊക്കെ ചെയ്ത് പോവാണ്. എവിടെ പോവാ മോളെ? സോളോ ട്രിപ്പാണ്. ഞാൻ പേടിച്ചു പോയി. നമ്മളെ പോകുന്ന വഴിക്ക് അപകടമല്ലേ. അന്നേരം എന്നെ കാണിച്ചു. എന്നാന്നറിയോ? പെപ്പർ സ്പ്രേ പിച്ചാത്തിയുണ്ട്. വന്നാൽ പെപ്പർ സ്പ്രേ അടിക്കും. അവിടെ കയ്യിലുണ്ട് പെപ്പർ സ്പ്രേ. അവൾ പോവാ, ബുള്ളറ്റിലാണ് സോളോ ട്രിപ്പ് പോകുന്നേ. എന്നെ കൂളായിട്ടാണ് പോകുന്നത്. പെപ്പർ സ്പ്രേ ഒക്കെ എടുത്ത് വെച്ച് കൂളായിട്ട്. അതിൻ്റെ പുറകെ ഒരുത്തം പോവാ, ഇവിടെ കുടുമി വെച്ച് കെട്ടി, ഇവിടെ കുണുക്ക് ഇട്ട് ഒരു ആക്റ്റീവായിരിക്കാൻ ഇരുന്നു. അവനോടാ നമ്മൾ പറയുന്നത്. ഈ പെണ്ണെ നോക്കി അവനെ നോക്കിയാൽ നമ്മൾ പറയുന്ന ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം. ഈ സാധനത്തോട് നോക്കട്ടെ. ഈ ആൺപിള്ളേരൊക്കെ ഇങ്ങനെ നിരാശപ്പെടുകയും പെൺപിള്ളേരിങ്ങനെ പരീക്ഷ നമ്മൾ നോക്കിയുണ്ട്. നല്ല മിടുക്കര് പിള്ളേർ. മോനെ അക്കരമുത്തെ നല്ല മിടുക്കര് പിള്ളേർ കണ്ടിട്ടുണ്ടോ? കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും പരീക്ഷയുടെ തലേദിവസം കിടന്ന് ഈ വെപ്പറോളം അടിക്കുന്നത്. പഠിക്കാത്ത പിള്ളേർക്ക് ഒരു ടെൻഷനില്ല. ഹായ് കളിയാ. ഈ ടെൻഷൻ അടിക്കുന്ന ആരാ? മിടുക്കര് പിള്ളേരാ. എന്തോ ഒരു ഞാൻ ചുരുണ്ടുപോയ പിള്ളേരെയും കൊണ്ടാ രാത്രി മുഴുവൻ നടന്നിട്ടുണ്ട്. രാത്രി മുഴുവൻ. അവസാനം സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടു. പിന്നെന്താണ്, റിലാക്സേഷൻ തെറാപ്പി കൊടുത്തു, ഡ്രിപ്പ് ഇട്ടു, റൈഡ് പോയി. എന്നിട്ട് രാവിലെ കൊണ്ട് പരീക്ഷയ്ക്ക് ഇരുത്തി. എന്നിട്ട് അവരെ ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് മിറ്റത്ത് ഗ്രൗണ്ടിൽ നിൽപ്പുണ്ട്. സ്തോത്രം, രക്തം ചെയ്യും കർത്താവേ, ദൂതനെ അയക്കണമേ. അങ്ങനെയൊക്കെ ഒരു വണ്ടി ആംബുലൻസ് കയറിപ്പോന്നു, ചീറിപ്പാഞ്ഞ് തിരിച്ചു പോന്നു. അമ്മ തീരുമാനിച്ചു, എൻ്റെ കൊച്ച ഫ്ലാറ്റ്, ഇതിനെ ആര് സമാധാനിപ്പിക്കും? അപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന പിള്ളേർക്ക് ടെൻഷൻ അടിക്കുമ്പോൾ കൂട്ടുകാർ പറയും, ഒരു ടെൻഷൻ വേണ്ടാണ്ട് ഈ സാധനം ഒന്ന് പിടിപ്പിച്ചാൽ മതി. കാരണം ടെൻഷനുള്ള പിള്ളേർക്ക് ഒരു ടെമ്പററി റിലീസ് ഉണ്ടെന്നാണ് പറയുക. എടുത്തവരൊക്കെ പറഞ്ഞു ടെമ്പർ റിലീസ്. എന്നോട് ഞാൻ എന്തുമാത്രം പിള്ളേരെ ഇതിനിടയ്ക്ക് കാണുന്നേ. ടെമ്പർ റിലീസുണ്ട്. സത്യമാണ്. ഞങ്ങളുടെ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് രസകരമായ സംഭവം കേട്ടി. കൈകൊണ്ട് മെയ് അറിയാത്ത വലിയ വീട്ടിലൊരു കൊച്ചൻ, എല്ലാവരും കോളേജ് കട്ട് ചെയ്ത് പോയിരിക്കുന്ന ഒരു തോട്ടമുണ്ട്, റാന്നിക്കാർക്കറിയാം. ആ തോട്ടത്തിൽ പോയിരുന്നേ ഇവനെ
ഈ ചെറുക്കൻ 2 ഏക്കർ തോട്ടത്തിലെ മുഴുവൻ പോച്ചയും പറിച്ചു. 2 ഏക്കർ തോട്ടത്തിലെ മുഴുവൻ പോച്ചയും കുന്ന് രണ്ടെന്നും പറഞ്ഞുകൊണ്ട് പറിച്ചു കൂട്ടി. കാരണം ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യാനുള്ള ഭയങ്കര ഊർജം കൊടുക്കുമെന്നാണ് പറയും. ഇവരുടെ അകത്തൊരു ദാഹം, പേടി, ഭയം കൊടുത്തു. ഡ്രഗ്സ് മാറുമോ? ഇല്ല. വീണ്ടും അവൻ എവിടെയോ തളർന്ന് കിടക്കുന്നു. കുഞ്ഞുങ്ങൾ ഇല്ലാതാകുന്നു, കണ്ണ് കുഴിയുന്നു, ബുദ്ധി പോകുന്നു, മുഖം കറക്കുന്നു, ജീവിതം വേണ്ടാന്ന് പറയുന്നു. ഈ ദാഹം തീർക്കാൻ ഒറ്റയാളുണ്ട്, ജീവജലം തരുന്ന കർത്താവ്. മനുഷ്യൻ്റെ അന്തരാത്മാവിൻ്റെ ദാഹം തീർക്കാൻ പാപത്തിന് കഴിയില്ല, മദ്യത്തിന് കഴിയില്ല, സിനിമയ്ക്ക് കഴിയില്ല, നെറ്റിന്, പ്രിയമുള്ളവരെ, വീഡിയോയ്ക്ക്, ഫോണിന് കഴിയില്ല. ഫോൺ അതിലും വലിയ അഡിക്ഷനാ. ഡോപ്പാമൈന കിട്ടിയില്ലെങ്കിൽ അതിലും വലിയ പ്രശ്നമായിട്ട് മാറും. ഇതൊന്നും കഴിയത്തില്ല. അന്തരാത്മാവിൻ്റെ ദാഹം ആരോഗ്യപരമായി തീർക്കുന്ന ഒന്നുണ്ട്, അത് ക്രിസ്തു ഉള്ളി വരുമ്പോഴാണ്. ഹല്ലേലൂയ. ക്രിസ്തു ഉള്ളി വരുമ്പോൾ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ക്രിസ്തു അവളോട് സംസാരിക്കുകയാണ്. അപ്പോൾ അവൾ മിടിക്കുകയാണ്. അവൾ ചോദിച്ചു, അങ്ങ് ആരാണ്? പ്രവാചകനാണ്. എന്നിട്ട് പറഞ്ഞു, ആരാധനയെക്കുറിച്ചുള്ള അറിവ് ഈ സാധു സ്ത്രീക്കുണ്ട് കേട്ടോ. ഇതൊക്കെയാണെങ്കിലും സ്നേഹത്തിന് വേണ്ടി അലഞ്ഞ, ഞാൻ ആ സഹോദരിയെ മോശമായിട്ട് പറയുന്നില്ല, ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി അലഞ്ഞ പാപം, പരീക്ഷണങ്ങൾ, ജീവിത പരീക്ഷണങ്ങൾ പലതും പരീക്ഷിച്ച് പരാജയപ്പെട്ട ആ സ്ത്രീയെ എൻ്റെ തമ്പുരാൻ തേടിപ്പോയി എന്നുള്ളതാണ് എൻ്റെ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നോക്കൂ, എന്നിട്ട് ആ സഹോദരിയോട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്താണ് ആ മലയിൽ ആരാധിക്കുന്നു, ഇവിടെ ആരാധിക്കുന്നു. അപ്പോൾ കർത്താവ് പറയുകയാണ്, സത്യനമസ്കാരികൾ 23 പിതാവിനെ എങ്ങനെ ആരാധിക്കും? ആത്മാവിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ എങ്ങനെ ആരാധിക്കണം? ആത്മാവിലും സത്യത്തിൽ. ഗോഡ് ഈസ് ലവ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പോലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് കാര്യമാണ് ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആരാകുന്നു? ആത്മാവാകും. ആത്മാവാം ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? ആത്മാവിൽ ആരാധിക്കണം. എന്തിനാണ് നമ്മൾ പട്ടത്തെ സഭകൾ വിട്ടത്? ഒറ്റ കാര്യത്തിലാണ്, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാ. ആത്മാവിൽ ദൈവത്തെ, ദൈവം ആത്മാവാകുന്നു, ആത്മാവാം ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? ആത്മാവിൽ ആരാധിക്കണം. ആത്മാവിൽ ആരാധിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത് ചെറിയൊരു കാര്യമല്ല. എൻ്റെ പൊന്നു പ്രിയരെ, പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. വളരെ ചെറുപ്പത്തിൽ ഒരു പേപ്പർ കട്ട് എൻ്റെ മനസ്സിൽ ഇരിപ്പുണ്ടോ വാക്കുകൾ. പേപ്പർ കട്ട് പോയി. ഗുരു നിത്യചൈതന്യ യതി, ദാർശനികൻ, ഇന്ത്യൻ ഫിലോസഫർ ഗുരു നിത്യചൈതന്യ യതിയുടെ ഒരു റൈറ്റിങ് അന്ന് ഏതോ ഒരു മാസിക റിപ്പോർട്ട് ചെയ്തു. അത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. യതി എഴുതുന്നു, ഞാനിങ്ങനെ പോയ വഴിയിൽ, വലിയ ദാർശനികനായിരുന്നു യതി, വിശാല മനസ്കൻ, വലിയ ചിന്തകൻ. ഗുരു പറയുന്നുണ്ട്, ഞാനൊരു പെന്തക്കോസ്ത് ദേവാലയത്തിൻ്റെ പുറകിൽ പോയിരുന്നു. അവരിങ്ങനെ പാട്ട് പാടുന്നു, അവരെല്ലാം വെള്ളവസ്ത്രം ധരിച്ചിരിക്കുന്നു, അവർ കൈകളടിച്ച് കണ്ണുകളടച്ച് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം എഴുതി പറഞ്ഞത്, അന്നൊരു മാസിക റിപ്പോർട്ട് ചെയ്തത് ഞാൻ വായിച്ചിട്ടുണ്ട്. അവർ ഏറ്റവും പാട്ടിൻ്റെ ഒടുവിൽ എന്തൊക്കെയോ അറിയാത്ത ഭാഷകൾ പറയുന്നു. അവിടെ അതരങ്ങൾ ഇങ്ങനെ വിതുമ്പുന്നു, അറിയാത്ത ഭാഷ പറയുന്നു. പക്ഷേ ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അവരുടെ മുഖങ്ങളിലെല്ലാം ഒരു പ്രത്യേക തേജസ് ഞാൻ കണ്ടു. അദൃശ്യമായ എന്തിനോടോ അവർ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി എന്ന് ഗുരു എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. പേപ്പർ കട്ടിങ് ഇപ്പം എൻ്റെ ഇല്ല. അതെ, അദൃശ്യമായ ഒന്നിനോടല്ല, ആത്മാവാം ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവസഭ. ഹല്ലേലൂയ. വീണ്ടും ജന്മം പ്രാപിച്ചവർ എന്ത് പ്രാപിക്കണം? ആത്മസ്നാനം പ്രാപിക്കണം. നാളത്തെ യൂത്ത് മീറ്റിങ്ങിന് കഴിവതും കുഞ്ഞുങ്ങളെ എല്ലാം വിടണം. എന്താണ്? എല്ലാ മക്കളും ആത്മസ്നാനം പ്രാപിക്കണം. അത് ആഗ്രഹിക്കുന്നവർ ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്താട്ട് ആത്മസ്നാനം പ്രാപിക്കണം. ആത്മസ്നാനത്തിൻ്റെ പ്രത്യക്ഷമായ അടയാളം എന്താണ്? അന്യഭാഷയാണ്. എന്താണ് അന്യഭാഷ? കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൽ പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവർ മനുഷ്യനോടല്ല, ദൈവത്തോട്. അവർ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ആരും എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയുന്നില്ല. എങ്കിലും അവർ തനിക്ക് തന്നെ എന്ത് വരുത്തുന്നു? ആത്മീയ വർധന വരുത്തുന്നു. ഇന്ന് രാത്രി ആത്മസ്നാനം അഭിമാനമാണ്, അപമാനമല്ല. അഭിമാനമാണ്, അപമാനമല്ല. അന്യഭാഷകൾ സംസാരിക്കുന്ന ശാസ്ത്രജ്ഞരെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുന്ന MP-മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുന്ന ധനാഢ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനേറെ അന്യഭാഷ ആരാധിച്ചുകൊണ്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്നവനെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്യഭാഷ പറഞ്ഞുകൊണ്ട് ചുമട് ചുമക്കുന്നവനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ആത്മാവിനെ ആരാധിക്കാൻ ലഭിച്ച ഭാഗ്യം ചെറിയ ഭാഗ്യമല്ല.
ആത്മാവാം ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? ആത്മാവിൽ ആരാധിക്കണം. കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് വീണ്ടും ജനനം. എന്താണ് വീണ്ടും ജനനം? യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. ഹല്ലേലൂയ. ക്രിസ്തു നമ്മൾ ഉരുവാകുക. ക്രിസ്തു നമ്മൾ ഉരുവാകുമ്പോൾ ഈ ലോകത്തോടൊരു അവേർഷൻ, ഇന്നലെ വരെ ഇഷ്ടമായിരുന്ന ചിലതിനോടൊരു ഇഷ്ടക്കേട്, ഇന്നലെ വരെ ഇഷ്ടമില്ലാതിരുന്ന അന്യഭാഷയോടോ ആരാധനയോടും ഇഷ്ടം. എന്തുകൊണ്ട് ആത്മസ്നാനം പ്രാപിക്കണം? തെളിവ്, ദൈവം ആത്മാവാകുന്നു. ആത്മാവാൻ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? ആത്മാവാൻ മക്കളെ, ആത്മാവാൻ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. എല്ലാവരും കരങ്ങൾ അടിച്ച് അധരങ്ങൾ തുറന്ന് അല്പസമയം ഈ രാത്രി ആത്മസ്നാനം പ്രാപിക്കാത്തവർ ദൈവസന്ധി പ്രാർത്ഥിക്കണം. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 19 നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല, നിങ്ങളുടെ സ്നാനം എന്താ? കാരണം അവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടെങ്കിൽ അവർ ആ വാക്ക് കേൾക്കില്ലേ? പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സ്തുതിക്കാൻ തുടങ്ങി. കർത്തദാസൻ ലീഡ് ചെയ്തപ്പോൾ ഏറ്റവും ഒടുവിലായി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇന്ന് രാത്രി വലിയ ആത്മനിറവുണ്ടാകണമെന്ന്. ആത്മനിറവ് എല്ലാവരും സ്തുതിച്ച് ആരാധിച്ചേ. പുറത്തിരിക്കുന്നവർ ദയവായി അന്യഭാഷകളിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവിന് ഇതുവരെയും പ്രാർത്ഥിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ രാത്രി അധരങ്ങൾ തുറന്ന് സ്തുതിക്കണം. ആത്മാവാൻ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. ആത്മാവാൻ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. ആത്മസ്നാനവും അഗ്നിസ്നാനവും നിന്റെ കൈകളിൽ അല്ലയോ? വീണ്ടും ജനനം, ആത്മജനനം, ആത്മസ്നാനം, ആത്മനിറവ്. എന്താണ് ആത്മനിറവ്? എഫേസ്യ ലേഖനം പറയുന്നു 5-ാം അധ്യായത്തിൽ നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. ഒരു പാത്രത്തിൽ വെള്ളമെടുത്താൽ, ഒരു പുതിയ മൺപാത്രത്തിൽ വെള്ളമെടുത്ത്, ഈ മൺപാത്രമാണ് നമ്മുടെ ശരീരം. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഈ നിക്ഷേപം എവിടെയാണ്? മൺപാത്രത്തിൽ. ഒരു പുതിയ മൺപാത്രത്തിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ വെള്ളത്തിന്റെ ലെവൽ കൂടുമോ കുറയുമോ? കൂടുമോ കുറയുമോ? പറ. കുറയും. എന്തുകൊണ്ട് കുറയും? കുടം കുടിച്ചു പറയത്തില്ലേ? പുതിയ കുടം വെള്ളം കുടിച്ചു. ഇതുപോലെ നമ്മളാകുന്ന ജഡത്തിൽ, മൺപാത്രത്തിൽ ആത്മാവിനെ പകരുമ്പോൾ ഇത് ചിലപ്പം കുറഞ്ഞു പോകും. നമ്മൾ ജഡത്തിൽ ജീവിക്കുക. കുറഞ്ഞു എന്ന് കാണുമ്പോൾ ഉപവസിക്കണം. എന്തിനാണെന്നറിയാമോ? നിറയാൻ. നിറഞ്ഞാൽ എന്തോ ഉണ്ടാകും? കവിയും. കവിഞ്ഞാൽ എന്തോ ഉണ്ടാകും? ഈ നദി ഒഴുകുന്നിടത്ത് ചലിക്കുന്ന പ്രാണികൾ ജീവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അതിനുവേണ്ടി വലിയ ആർത്തി വേണം. സങ്കീർത്തനം 107 ആർത്തി ഉള്ളവനെ തൃപ്തി വരുത്തും, വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കും. ഈ രാത്രി കൊതിയുണ്ടോ? എനിക്ക് ഇച്ചിരൂടെ നിറയണം, എനിക്ക് ഇച്ചിരൂടെ അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കണോ? 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുറെ പേരെ കൂട്ടിയിരുത്തി പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനാണ് സംഘടിപ്പിച്ചത്. കുറേ കുട്ടികൾ എല്ലാവർക്കും ആത്മാവ് സ്നാനം കിട്ടി. അന്യഭാഷ പറഞ്ഞു എക്സെപ്റ്റ് വിളിച്ചോണ്ട് വന്ന എനിക്ക് ഒഴിച്ച്. 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയില്ല. പക്ഷെ എനിക്കങ്ങ് സങ്കടമായി. എല്ലാവരും കത്തിക്കുക. ഞാൻ കിടന്ന് കരഞ്ഞു. ഇമ്മിണിയല്ല, കരഞ്ഞ് ഞാൻ മയങ്ങിപ്പോകുന്നവനായപ്പോൾ അവിടെ ഇരുന്ന് മുഴുവൻ അമ്മമാരും ഉറക്കെ കരഞ്ഞ് എൻ്റെ കരച്ചിൽ കണ്ട് അന്ന് എൻ്റെ മേ പകർന്ന ഒരു ദൈവശക്തിയാ കരയാനുള്ള ഒരു കൃപ. ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് കരയാനുള്ള ഒരു കൃപ. അന്ന് ഞങ്ങളെ പ്രിയമുള്ളവരെ അഭിമാനത്തോട് പറയട്ടെ, 10-20 പിള്ളേരുണ്ടായിരുന്നു. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം സഭകളിൽ ഞങ്ങളെ ബുക്ക് ചെയ്യായിരുന്നു. എന്തിനാണെന്നറിയാമോ? ഒറ്റ ജോലി, ചെല്ലുക അന്യഭാഷ പറയുക, ചെല്ലുക അന്യഭാഷ പറയുക. അങ്ങനെ കേരളത്തിന് എവിടെല്ലാം ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. വാൻ പിടിച്ച് കൊണ്ടുപോകും. എന്തിനാ? എൻ്റെ അപ്പൻ അഭിമാനത്തോട് കൊണ്ടുപോകും. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഊണ് തരും, ഇടയ്ക്ക് വെള്ളം തരും, ചായ തരും. ഞങ്ങളുടെ ജോലി വണ്ടിയെ കയറുക, അന്യഭാഷ പറയുക. ഇന്ന് അവരെല്ലാം രക്ഷപ്പെട്ടു കേട്ടോ. അവരെല്ലാം രക്ഷപ്പെട്ടു. ആർക്കും നഷ്ടം ഉണ്ടായില്ല. ഈ രാത്രി പറയട്ടെ, പരിശുദ്ധാത്മസ്നാനം പ്രാപിക്കണം. പരിശുദ്ധാത്മസ്നാനം പ്രാപിക്കണം. ഹല്ലേലൂയ. വീണ്ടും ജന്മം പ്രാപിക്കണം. വീണ്ടും ജന്മം പ്രാപിക്കാത്തവർ യേശു പാപബോധത്തോടെ, യേശുവേ ഞാനോ പാപി, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ, നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്ത തിന്മ വർത്തിക്കുന്നവൻ, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ എന്ന് പറഞ്ഞ് പാപബോധത്തോടെ ദൈവസന്ധി കരഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ എന്ത് ചെയ്യും? ശുദ്ധീകരിക്കും. വീണ്ടും ജന്മം പ്രാപിക്കണം. വീണ്ടും ജന്മം പ്രാപിച്ചവർ ആത്മസ്നാനം പ്രാപിക്കണം. ആത്മസ്നാനം ഒരിക്കൽ പ്രാപിച്ചവർ
ആത്മനിറവ് ദിവസേന പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ജന്മം കൊണ്ട് തൃപ്തിപ്പെടാമോ? ഇല്ല. വചനം മത്തായി സുവിശേഷം 28-ാമത് അധ്യായത്തിൽ പറയുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, അറിയാവുന്ന ചേർന്ന് പറഞ്ഞ്, പിതാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ എന്ത് ചെയ്യണം? ശിഷ്യരാ. മർക്കോസ് പറയുന്നു, വിശ്വസിക്കുകയും രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ സർപ്പങ്ങളെ എന്ത് ചെയ്യും? പിടിച്ചെടുക്കും. നടന്ന സംഭവം എൻ്റെ ചർച്ചിൽ വീട്ടിൽ ഞാൻ ആ കഥ കേട്ടു. ഞാനത് പവർ വിഷനിൽ പറഞ്ഞു. കേട്ടപ്പോൾ ഒരു മോളെന്നെ തേടി വന്നു, പറഞ്ഞു എൻ്റെ വല്യപ്പച്ചനാണ്. ഒരു സ്കൂളിന്റെ ഒരു സൈഡില് ഒരു അവധിക്ക് ഈ തിരുവല്ല എരവേരി ഭാഗത്താണ് ഒരു അച്ചായൻ നിന്നുകൊണ്ട് പ്രസംഗിച്ചു. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരെ ഇടകൾ നടക്കും, സർപ്പങ്ങളെ പിടിക്കും. പ്രസംഗിച്ചിട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ പോയി കിടക്കുമ്പോൾ അവിടെ മധ്യവേനൽ അവധി, മിഡ് സമ്മർ വെക്കേഷൻ, അടച്ചു കിടന്ന സ്കൂളിന്റെ ഗ്രൗണ്ടിൽ 2 പാമ്പ് മാറാടി. ഭയങ്കര അപകടകരമാ. മൂർഖം പാമ്പ. സർപ്പത്തെ പിടിച്ചെടുക്കുന്ന പ്രസംഗിച്ചിട്ട് പോയി കിടന്ന പിള്ളേരെല്ലാം കൂടി അച്ചാനെ പൊക്കി, പാടോ സർപ്പത്തെ പിടിച്ചെടുക്കാൻ പറഞ്ഞു. പോകാതിരിക്കാൻ ഒക്കൂ? പോയി വലിച്ചുകൊണ്ട് വന്നു. ഗ്രൗണ്ടിൽ കയറി. പുള്ളി പാവം പിള്ളേരുടെ നിർബന്ധത്തിന് മുണ്ടും മടക്കി കുത്തി ഒരു വടിയുമായിട്ട് ചെന്നു. ഈ പാമ്പ് 2 കൂടെ എൻ്റെ കാലെ കൂടെ ചുറ്റിക്കേറി നിന്ന് പാമ്പാടി. പുള്ളി കരഞ്ഞു, കർത്താവേ, ഞാൻ നിന്റെ ദാസനാണ്, തെളിയിക്കണം. യേശുവിന്റെ നാമത്തിൽ പാമ്പ് 2 താഴെ ഇറങ്ങി. പുള്ളി ഒരു കൊച്ചു വടി കൊണ്ട് അതിനെ അടിച്ചു കൊന്നു. പക്ഷേ പിന്നത്തേതിൽ അദ്ദേഹത്തിന്റെ ഈ പാമ്പ് ചുറ്റിയ പാട് കാലേന്ന് പോയില്ല. അവിടെ മാത്രം വ്രണം പിടിച്ച് കിടന്നു. പുള്ളി പ്രസംഗിക്കുമ്പോൾ മുണ്ട് മാറ്റി പാല് കാണിക്കും. അങ്ങനെ പുള്ളിക്ക് ഒരു പേര് കിട്ടി, പാമ്പൻ ഉപദേശി. ഞാൻ ഈ പാമ്പൻ ഉപദേശിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സഹോദരി എന്നെ കണ്ടു പറഞ്ഞു, എൻ്റെ വല്യപ്പനാണ് ഉപദേശി. പ്രിയമുള്ളവരെ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ എന്ത് ചെയ്യും? ശിക്ഷാവിധിയിൽപ്പെടും. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, ഹല്ലേലൂയ, ആകയാൽ നാം എന്തു പറയേണ്ടു? പാപം പെരുകേണ്ടതിന്, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവന്റെ മരണത്തിൽ പങ്കുചേർന്ന സ്നാനത്താൽ അവനോടുകൂടെ എന്ത് ചെയ്തു? കുഴിച്ചിടപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കുചേർന്നാൽ അവന്റെ പുനരുത്ഥാനത്തിലും പങ്കുചേരും. ഒരു ബിസിനസിന്റെ ലാഭം കിട്ടണമെങ്കിൽ ബിസിനസ്സിൽ മുതൽ മുടക്കണ്ടേ? ബിസിനസ്സിൽ മുതൽ മുടക്കിയാലേ അതിന്റെ പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. യേശു മരിച്ചു, ലാഭം എന്താ? യേശു മരിച്ചതിന്റെ പ്രോഫിറ്റ് എന്താ മക്കളെ? യേശു മരിച്ചതുകൊണ്ട് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് റിസറക്ഷന്റെ ഹോപ്പ്. അന്ന് വരെ ആരും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഉയർപ്പിക്കപ്പെട്ടവർ പിന്നെ മരിച്ചു. മരിക്കാത്തവനായി ഉയർത്തെഴുന്നേറ്റത് ക്രിസ്തു. അതുകൊണ്ട് മരണത്തിനപ്പുറം ഒരു ഹോപ്പ് കിട്ടി ക്രിസ്തു മരിച്ചത് കൊണ്ട്. അതുകൊണ്ടാണ് പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ നമുക്കുള്ളത്. പുനരുത്ഥാനത്തിൽ പങ്കുചേരണമെങ്കിൽ മരണത്തിൽ പങ്കുചേരണം. എങ്ങനെ? ഹൗ ക്യാൻ യു ഐഡന്റിഫൈ വിത്ത് ജീസസ് ഇൻ ഹിസ് ഡെത്ത്? ബൈബിൾ സേസ് ത്രൂ ബാപ്റ്റിസം. You can identify with Jesus in his death. If you identify with Jesus in his death, surely you will be identified with Jesus in his resurrection. പുനരുത്ഥാനത്തിൽ പങ്കുചേരപ്പെടാൻ കഴിയും. സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാനൊരു കാര്യം പറയട്ടെ. കൗമ്പറയാർ ജോസാർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ദൈവദാസൻ, ചിലപ്പം പ്രായമുള്ളവർക്കറിയാം, അദ്ദേഹം കൗമ്പറയാർ കടവിൽ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്നാനക്കടവ് ഇന്നുകൊണ്ട് വിളിച്ചു വെച്ചു, ഇനി ഇതാ വെള്ളം. സ്നാനമേൽക്കുന്നതിന് എന്ത് തടസ്സം? എൻ്റെ അമ്മ ചാടി ഇറങ്ങി കേട്ടോ. ചാടി ഇറങ്ങി കയറി വന്നപ്പം മാറാൻ തുണിയില്ല. ആരോ കൊണ്ടുവന്നാ പിന്നെ വന്നത്. നഷ്ടം ഉണ്ടായില്ല. 1000കണക്കിന് പേരുടെ സ്നാനം കണ്ടിട്ടാണ് മരിച്ചത്. 1000കണക്കിന് പേരെ. എന്നാൽ എനിക്കറിയാവുന്ന ഒരു സംഭവം, ഒരു മോള് രക്ഷിക്കപ്പെട്ടു. സ്നാനപ്പെടാൻ തീരുമാനിച്ചപ്പോൾ അമ്മ പറഞ്ഞു, കുഞ്ഞെ, നീ സ്നാനപ്പെട്ടാൽ പള്ളിയിൽ നിന്ന് നല്ല കല്യാണം കിട്ടത്തില്ല, വെയിറ്റ് ചെയ്യാം. നല്ല കല്യാണം വരുവാണെങ്കിൽ അവിടെ കെട്ടിക്കാം. ഇനി ഇവിടുന്നെങ്ങാനും നല്ലത് വന്നാ അന്നേരം മുക്കാം. കല്യാണത്തിന് വേണ്ടി എന്ത് സമ്മതിച്ചില്ല? സ്നാനം കണ്ടു. ഞാൻ 36 വയസ്സായിട്ടും കൊച്ചിന്റെ കല്യാണം നടന്നില്ല. കൊച്ചിന്റെ കല്യാണം കാണാതെ അമ്മ മരിച്ചു. അമ്മ മരിച്ച് 40 കഴിയുന്നതിന് മുമ്പ് കല്യാണം ഉറച്ചു. 40 കഴിഞ്ഞ് കല്യാണം നടത്തി. കല്യാണത്തിന് വേണ്ടി സ്നാനം മുടക്കിയ അമ്മയ്ക്ക് കല്യാണം കാണാൻ ഒത്തില്ല. എന്നാൽ രണ്ടും കൽപ്പിച്ച് ഹല്ലേലൂയ ഇറങ്ങി തിരിച്ചവർക്കൊന്നും ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. ഇതാ വെള്ളം. സ്നാനം ചെറിയ കാര്യമല്ല. ലോകത്തോട് പറയുകയാണ്, എൻ്റെ യേശു വീണ്ടും ജന്മം പ്രാപിക്കണം, ആത്മജനനം ഉണ്ടാകണം. ആത്മജനനം പ്രാപിച്ചവർ ആത്മസ്നാനം പ്രാപിക്കണം. ആത്മസ്നാനം പ്രാപിച്ചവർ, പ്രിയരെ മറക്കരുത്, വീണ്ടും ജന്മം പ്രാപിച്ചവർ വെള്ളത്തിൽ സ്നാനമേൽക്കണം. വീണ്ടും വചനം പറയട്ടെ, ഇതാ വെള്ളം. ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് തടസ്സം? നീ പൂർണ്ണ ഹൃദയത്തോടെ
ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യുക? ആകാം. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരായിക്കോളും. വചനം അറിയാവുന്നവർ ചേർന്ന് പറഞ്ഞ് വിശ്വസിക്കുകയും രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ, ഒന്നുകൂടെ പറഞ്ഞ് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ സ്നാനപ്പെടാനുള്ള പ്രായം, വിശ്വസിക്കാനുള്ള പ്രായം. ഉറക്കെ പറഞ്ഞേ, സ്നാനപ്പെടാനുള്ള പ്രായം. നമ്മൾ we don't believe in child baptism, we don't believe in adult baptism, we do believe and be baptized. വിശ്വാസിക്കുകയും സ്നാനമേൽക്കുക. ഉറക്കെ പറഞ്ഞേ, വിശ്വസിക്കുകയും ഹല്ലേലൂയ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. ഈ രാത്രി യേശുവിൻ്റെ മരണത്തോട് ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും ജീവനോട് ശേഷിക്കുന്നവർ അവനത്തെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് മേഘാരൂഢനായി നമ്മുടെ കർത്താവ് വരും. അന്ന് മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവർത്തിയാകും. അന്ന് ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന പിതാവാൻ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് വിശുദ്ധമായി ഉയർക്കുന്ന കല്ലറകൾ ഉള്ളവർ അവന്റെ ശബ്ദം കേൾക്ക്. നന്മ ചെയ്തവർ ജീവനായി പുനരുദ്ധാനം ചെയ്യുന്ന നാഴിക വരും. വന്നും ഇരിക്കുന്നു, അടുത്തിരിക്കുന്നു. ആരും താമസിക്കുന്ന പോലെ ഇനിയും അവിടുന്ന് വരാൻ താമസിക്കുകയില്ല. ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അതുകൊണ്ട് എന്താണ്? ആര് സ്നാനപ്പെടണം? വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണം. എന്ന് സ്നാനപ്പെടണം? വചനം പറയുന്നു, ഇപ്പോളാകുന്നു രക്ഷാ ദിവസം, ഇപ്പോളാകുന്നു സുപ്രസാദ കാലം. ആരും താമസിക്കുന്നത് പോലെ വിചാരിക്കുന്ന പോലെ കർത്താവ് വരാൻ താമസിക്കില്ല. കാലവും സമയവും ആരെയും കാത്ത് നിൽക്കുകയില്ല. ഹല്ലേലൂയ. സ്നാനപ്പെടാൻ പുറകെ നടന്നിട്ട് കഴിയാതെ പോയവർ IC കിടന്നുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്ന് ഇറങ്ങി വരുമ്പോൾ സ്നാനപ്പെടണം. ഭാഗ്യം കിട്ടിയില്ല. ആരോഗ്യമുള്ളപ്പോൾ കർത്താവിൻ്റെ വചനത്തോട് പ്രതികരിച്ചാൽ ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും. യൗവനക്കാരാ, നിന്റെ യൗവനകാലത്ത് കർത്താവിനെ ചുമന്ന, ഇഫ് യു ഗീവ് യുവർ ബെസ്റ്റ് ലൈഫ് ടു ദ ലോർഡ്, ഒരു കാര്യം ഉറപ്പാ, യൗവനക്കാരാ നിന്റെ യൗവനകാലത്ത് സൃഷ്ടാവിനെ ചുമന്നാൽ, സൃഷ്ടാവിന്റെ കൽപ്പനകളെ അനുസരിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, യൗവനം മാറും, നരയ്ക്കും, വാർദ്ധക്യം വരും, കുനിഞ്ഞിടും ശരീര ജീവ ഭാരത്താൽ. എന്നാൽ നരയ്ക്കുവോളം ചുമക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. ശബന ഹത്തന റിഗന റബന ഹന്തന റിഗന റബന ഹത്തന. ധനകം ശകലം ദിഗനം. ആത്മഭാരമുള്ളത് കൊണ്ടും ഞാൻ കർത്താവിനോട് കണക്ക് പറയേണ്ടവനായതുകൊണ്ടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരത്താൽ, ആത്മഭാരത്താൽ ഞാൻ ചോദിക്കട്ടെ, ഇതുവരെയും സ്നാനപ്പെട്ടിട്ടില്ല. എനിക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്. എങ്ങനെ സ്നാനം? അവർ ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. ആരാരെ സ്നാനം കഴിപ്പിച്ചു? ഷണ്ണൻ ഫിലിപ്പോസിനെ അല്ല. ഫിലിപ്പോസ് ഷണ്ണനെ എന്ത് ചെയ്തു? സ്നാനം കഴിപ്പിച്ചു. ഇതാ വെള്ളം, ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത് വരും? ആരുടെ നാമത്തിൽ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മൻ. ആർക്കാണ് സ്നാനം? വിശ്വസിക്കുന്നവർക്കാണ് സ്നാനം. എന്ത് വിശ്വസിക്കുന്നു? യേശുക്രിസ്തു എനിക്ക് വേണ്ടി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്ന് പക്ഷപാതം ചെയ്യുന്നു, നാളെ എന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്നുള്ള വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവിടുത്തെ മരണത്തോട് അനുരൂപപ്പെടുവാൻ യേശു തന്നിരിക്കുന്ന ഏറ്റവും വലിയ സാധ്യതയാണ് വിശ്വാസ സ്നാനം. സഭയോട് ചേരാനല്ല, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു. ഇന്ന് വരെയും
സ്നാനപ്പെടാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചില്ല, എന്നാൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എനിക്ക്. അങ്ങനെയുള്ളവർ അവർ കഴിഞ്ഞ ദിവസങ്ങൾ തീരുമാനിച്ച മക്കൾ ഉൾപ്പെടെ എനിക്ക് വിശ്വാസം പ്രഖ്യാപിക്കണം. എന്തുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കണം? വിശ്വാസിക്കാൻ കർത്താവിൻ്റെ മനുഷ്യന്റെ മുമ്പാകെ ദൈവത്തെ ഏറ്റുപറയാൻ തയ്യാറായാൽ പിതാവാം ദൈവം ദൂതന്മാരുടെ മുമ്പാകെ നിന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ഹല്ലേലൂയ. സ്വർഗത്തിൽ മഹാ സന്തോഷം. ലജ്ജിക്കരുത്, ലജ്ജിക്കരുത്. യേശുവിന്റെ നിന്ന സഹിക്കുന്നതിൽ, യേശുവിന്റെ സാക്ഷിയായി യേശു കർത്താവിന്റെ മരണത്തിൽ പങ്കുചേരുന്നതിൽ ആരും ലജ്ജിക്കരുത്. ഇതൊരു അപമാനമല്ല, ഇതൊരു അഭിമാനമാണ്. എന്ത്? എൻ്റെ യേശുവിന്റെ മരണത്തോട് പങ്കുചേരാൻ എനിക്കിതുവരെ അങ്ങനെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഞാനിന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് കൈ ഉയർത്തിക്ക്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്നാനപ്പെട്ടിട്ടില്ല, സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ടെന്നുള്ള മക്കളോ വലിയവരോ ആരുമാകട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ കരങ്ങളെ ഉയർത്താം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഇന്നുവരെ സ്നാനപ്പെട്ടിട്ടില്ല, പക്ഷെ എനിക്ക് കൈവക്കോ, ശരിക്കും കൈ ഉയർത്തിക്ക്. അങ്ങനെയുള്ളവരെല്ലാം കൈ ഉയർത്തിക്ക്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ആരുമാരെയും നോക്കരുത്, ആരുമാരെയും നോക്കരുത്. യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിട്ടില്ല, പക്ഷെ ഞാനത് ആഗ്രഹിക്കുന്നു. അകത്ത് പുറത്ത് എവിടെയാണെങ്കിലും ഇന്ന് രാത്രി അങ്ങനെയുള്ളവർ കണ്ണുകളെല്ലാം ഒന്ന് അടച്ചേ, എല്ലാ കണ്ണുകളും അടച്ചേ. നിങ്ങളുടെ തീരുമാനം കർത്താവിന് മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാ മക്കളെ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിന് അത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ദൂതന്മാർ നിന്നെ കാവൽ ചെയ്യാൻ വേണ്ടി നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടത് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഈ രാത്രി സ്നാനപ്പെടാൻ തീരുമാനിച്ചവർ ദയവായി എഴുന്നേറ്റ് ഇന്നാട്ട്, ലജ്ജിക്കാതെ എഴുന്നേറ്റ് ഇന്നാട്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്നാനപ്പെടാൻ തീരുമാനിച്ചവർ ലജ്ജിക്കാതെ എഴുന്നേറ്റ് ഇന്നാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചേ, എല്ലാവരും പ്രാർത്ഥിച്ചേ, ഗൗരവമായി പ്രാർത്ഥിച്ച്. ആത്മാവെ ഇടപെടണമേ, ആത്മാവെ ഇടപെടണമേ. മനസ്സിനകത്തുള്ള എല്ലാ ടഗ്വഫാറും, വലിയവർ ചെറിയവർ കുഞ്ഞുങ്ങൾ ഈ രാത്രി സ്നാനപ്പെടാൻ തീരുമാനിച്ചവർ എഴുന്നേറ്റ് ഇന്നാട്ടോ, അകത്ത് പുറത്ത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ റഖന ഹത്തനിയ ഹന്തനിയ റഗനിയ റീഗ രഗ ലഗ ദര ഹത്തേ രഗ ലഗ പനജൈവം കഷ്ടതയിൽ പനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവേ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പ്രീതിയായവൻ മരിച്ചു കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മരിച്ചു കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മഹത്വമായി ജീവിച്ചിടാം. പാടും ഞാൻ പരമേശനു സദാ എന്റെ പാപമെല്ലാം പോക്കിയതാ. പാടും ഞാൻ പരമേശനു സദാ. എഴുന്നേറ്റിരിക്കുന്നവർക്കായി സഭ ഒരുമിച്ചൊന്ന് കരം ഉയർത്തി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച്. മക്കളെ, ഇന്ന് എഴുന്നേറ്റ് നിൽക്കുന്നവർക്ക് ആയിരക്കണക്കിന് ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ പ്രാർത്ഥന കിട്ടുകയാണ് യേശുവിന്റെ നാമത്തിൽ. ലൈവ് നിൽക്കുന്നവർ നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല, പലപ്പോഴും വചനം കേട്ടിട്ടുണ്ട്. വചനം കർക്കശമായി പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഞാൻ വചന പ്രഘോഷകൻ, ഞാൻ മതപ്രചാരകനല്ല, വചനത്തിന്റെ പ്രഘോഷകൻ. ഞാൻ പറയട്ടെ, മർക്കോസ് പറയുന്നു, കൃത്യമായിട്ട് പറയുന്നു, അവന്റെ മരണത്തോട് പങ്കുചേർന്നാൽ പുനരുദ്ധാനത്തോട് പങ്കുചേരും. വായിക്കണം സഹോദര, വായിക്കണം സഹോദരി, വായിക്കണം പിതാവേ, വായിക്കണം മാതാവേ. റോമാലേഖനം 6-ാം അധ്യായം വായിക്കണം, മർക്കോസ് 16 വായിക്കണം, മത്തായി 28 വായിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം തുറക്കണം. ദൈവാത്മാവ് നിങ്ങളോട് സദാകാലം വാദിക്കുകയില്ല. ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇന്ന് രാത്രി ആത്മാവ് വാദിക്കുകയാണ്. എന്തിന്? പ്രതികരിക്കുക, പ്രതികരിക്കുക. ഇങ്ങനെയുള്ള ഇടപെടലുകൾ സുവിശേഷകർ അവിടെ ഇവിടെ നിന്ന് പ്രസംഗിച്ചപ്പോൾ എളിയവർക്കൊക്കെ അതിനോട് പ്രതികരിക്കാൻ ലഭിച്ചത് ഇന്നൊരു മഹാഭാഗ്യമായി കാണുന്നു. അത് നഷ്ടമായില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ലഭിച്ചത് കൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് പാടാൻ കഴിയും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ഓ യേശുനാഥൻ നാമത്തിനു ജയം ജയം. ശത്രുഗണം ഒന്നാകാവേ ചെങ്കടലിൽ മുങ്ങിപ്പോ, ശത്രുഗണം ഒന്നാകാവേ ചെങ്കടലിൽ മുങ്ങിപ്പോ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലേ, വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം, ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ലഭിക്കുന്നത്
കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രഘോഷകരായി പ്രചാരകരായി മാറുന്നതാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷകരാകുക, ക്രിസ്തു വചനത്തിൻ്റെ സാക്ഷികളാകുക, കർത്താവിൻ്റെ വേല ചെയ്യുക. ഇച്ചിരി ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും വിശ്വാസ ജീവിതം ഭയങ്കര സന്തോഷമാണ്. നാളെ ഒന്നും കാണത്തില്ലെങ്കിലും അന്ന് രാത്രി പാടും. എന്താണെന്ന് അറിയാമോ? പാട്ട് പാടാൻ സമയമില്ല. ഹല്ലേലൂയ. സ്വർഗപിതാവിന്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടു തൻ ജീവിതം ചെയ്യുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമോ ജീവിതം വേറെയുണ്ടോ? 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 ഇല്ല 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 ഇല്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം കർത്താവിൻ്റെ വേല ചെയ്യുക. എപ്പം ചെയ്യണം? ഞാൻ പറയും വയസ്സായപ്പം ചെയ്താൽ കുഴപ്പമില്ല. പക്ഷെ യൗവനകാലത്ത് നീ അത് ചെയ്താൽ ഇഷ്ടമില്ലാത്തൊരു സമയത്ത് ഇന്ന് ബൈബിള് ചുമന്നാൽ നാളെ നീ ക്ഷീണിക്കുമ്പോൾ, ഞാൻ ക്ഷീണിക്കുമ്പോൾ ഉള്ളം കയ്യിൽ ഇങ്ങനെ കൊണ്ടു നടക്കും തമ്പുരാൻ. ഉള്ളം കയ്യിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഒരു സുവിശേഷകനായി. കർത്താവിന് സുവിശേഷകരെ വേണം, സുവിശേഷകരെ വേണം, ആണുങ്ങളെ വേണം, സഹോദരിമാരെ വേണം, സഹോദരിമാരെ വേണം, ആൺകുട്ടികളെ വേണം, പെൺകുട്ടികളെ വേണം. ഈ രാത്രി കർത്താവ് എനിക്കൊരു അവസരം തന്നാൽ കർത്താവിന് വേല ചെയ്യുവാൻ, പൂർണ്ണ സമയം വേല ചെയ്യുവാൻ. എല്ലാവരും കർത്താവിൻ്റെ വേലക്കാരാണ്. എനിക്ക് ആഗ്രഹമുണ്ടെന്നുള്ളവർ ഒന്ന് കരമുയർത്താമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഒരു സുവിശേഷകനായി. ഓ ഹല്ലേലൂയ. കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. സഹോദരിയെ ദൈവം അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വേല ചെയ്യാൻ തീരുമാനിച്ച കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദയവായി നിങ്ങളുടെ തീരുമാന കാർഡുകളിൽ നിങ്ങൾ പൂരിപ്പിക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ ദൈവദാസന്മാർ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യും. ആ കാർഡുകൾ മേടിക്കുക, നിങ്ങളത് പൂരിപ്പിക്കുക. ഹല്ലേലൂയ. എന്തിനാ? ഞങ്ങൾക്ക് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യാൻ, മറ്റൊന്നിനും വേണ്ടിയല്ല. ആരോടും കണക്ക് കൊടുക്കാനൊന്നും അല്ല. പിന്നെ ഒറ്റ കണക്ക് തമ്പുരാന്റെ മുമ്പിൽ പറയാൻ. എന്തിനാ? ഈ മക്കളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ. ദൈവത്തിന്റെ വേലക്കാരാകുക, ദൈവത്തിന്റെ സുവിശേഷ വേല ചെയ്യുക. അവർക്ക് നിങ്ങൾക്ക് തീരുമാന കാർഡുകൾ മേടിക്കാൻ ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഈ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്നാനപ്പെടാൻ തീരുമാനിച്ച, സുവിശേഷ വേല ചെയ്യാൻ തീരുമാനിച്ച എല്ലാ മക്കളെയും ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആത്മജന്മം, വീണ്ടും ജന്മം ഉണ്ടായവർ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടവർ എന്ത് ചെയ്യണം? അവർ അപ്പം നുറുക്കി കൂട്ടായ്മയെ ആചരിക്ക്, അപ്പോസ്തലിക ഉപദേശം കൈക്കൊണ്ട് ഹല്ലേലൂയ കൂട്ടായ്മയുടെ ഭാഗമാകണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആത്മസ്നാനം പ്രാപിക്കണം. ആത്മസ്നാനം പ്രാപിക്കാൻ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല ആത്മസ്നാനം കിട്ടുന്നത്, നമ്മളെ വിശുദ്ധീകരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ യേശുക്രിസ്തുവാണ് നമുക്ക് ആത്മസ്നാനം നൽകുന്നത്. പ്രത്യക്ഷമായ അടയാളമാണ് അന്യഭാഷ അടയാളത്തോടെ. ഇന്ന് വരെയും എനിക്ക് അന്യഭാഷ അടയാളത്തോടെ ആത്മസ്നാനം പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാനത് ആഗ്രഹിക്കുന്നു. അതിന് ഏത് പ്രായവും തടസ്സമല്ല. ഏത് പ്രായത്തിലും ആത്മസ്നാനം പ്രാപിക്കാം. ഇന്ന് വരെയും ആത്മസ്നാനം പ്രാപിച്ചിട്ടില്ല, അത് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളവർ ഒന്ന് കരങ്ങൾ ഉയർത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിറയട്ടെ. ഇനി ഞാൻ ആത്മസ്നാനം പ്രാപിച്ചിട്ടില്ല, എന്നാൽ ആത്മസ്നാനം അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവർ കരങ്ങൾ ഉയർത്തിക്കുക. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ അകത്ത് പുറത്ത് എല്ലായിടത്തും യേശുവിന്റെ നാമത്തിൽ ആത്മസ്നാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിന്റെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാപന്ന പോലെ പൊരുന്നേ ഇരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഈ മക്കളുടെ മേൽ അയക്കണേ. എന്തിന്?